ഒരു വ്യക്തിയാണ്. സുരേഷ് ദണ്ഡപാണി എന്ന എൻ്റെ പേര്. കാസർഗോഡ് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ അടിമപ്പെട്ടു പോയപ്പോൾ പെറ്റമ്മ പോലും മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഇവരൊന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെ കുറെ കാലം മുന്നോട്ട് പോയപ്പോൾ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള കൊട്ടേഷൻ ടീമിൽ അംഗത്വം എടുത്ത് അരയിൽ കത്തിയും വെച്ച് ആയുധം വെച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെ കുറെ നാളുകൾ മുന്നോട്ട് കഴിഞ്ഞു പോയപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള എറണാകുളം ജില്ല മുതൽ കാസർഗോഡ് വരെ പല കോടതികളിൽ നമ്പർ 1 കേസിലെ പ്രതിയായിട്ട് മാറി. പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടി പ്രേക്ഷകരോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സുരേഷ് ദണ്ഡപാണിയാണ്. തൻ്റെ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവകൃപയിലായിരിക്കാൻ ദൈവം ഒരുക്കി കൊടുത്തിരിക്കുന്ന എല്ലാ നല്ല അവസരങ്ങളെയും ഓർത്ത് നമ്മോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ അത് നമുക്ക് ഏവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. നമ്മളൊരു പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ സുരേഷ് ദണ്ഡപാണി അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തോളുന്നു. പ്രൈസ് ലോർഡ് ദൈവാസനെ. പ്രൈസ് ലോർഡ് പാസ്റ്റർ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താമോ? പ്രൈസ് ലോർഡ്. എൻ്റെ പേര് സുരേഷ് ദണ്ഡപാണി എന്നാണ്. ഞാനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് കാലടിയിലാണ്. എറണാകുളം ജില്ലയിലെ കാലടിയിൽ ജോയിൻ ചെയ്തിരിക്കുന്നത്. വീട്ടില് ഭാര്യ, 2 കുഞ്ഞുങ്ങൾ, ഞാൻ 4 പേരടങ്ങുന്ന കുടുംബമാണ്. ഞങ്ങള് 5 വർഷമായിട്ട് ഈ ദേശത്ത് പാർക്കുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചുമായി ബന്ധപ്പെട്ട് ആരാധന കൂടി വരികയും ഈ പരിസരങ്ങളിലൊക്കെ കർത്താവിന്റെ വേലയുമായി തുടരുന്നു. ആമേൻ. പരിചയപ്പെടുത്തിയ വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമ ടിവിയുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയതായ വഴികളെക്കുറിച്ച് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് സംസാരിക്കാം. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ദാനിയൽ പാസ്റ്റർ, അതുപോലെ തന്നെ അരോമ ടിവിയിലെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേര് സുരേഷ് ദണ്ഡപാണി എന്നാണ്. ഞാന് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ യാദവ കുലകുടുംബത്തിലാണ് ജനിച്ചത്. ഈ കുലകുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അധികം അങ്ങനെ ആരും കേട്ടിട്ടുണ്ടാവില്ല. പ്രത്യേകിച്ച് ദേവാലയം പണിയുന്ന ഒരു കുലകുടുംബത്തിലാണ് ജനിച്ചത്. ചെറുപ്പത്തിലെ നാളുകൾ മുതൽ തന്നെ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിച്ചു വന്നിരുന്ന ഒരു കുടുംബമാണ് എൻ്റെത്. എൻ്റെ ബാല്യകാലം എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ ബാല്യകാലം കിടക്കുന്നത്. കാരണം എൻ്റെ അച്ഛനും അമ്മയും മാതാപിതാക്കൾ 2 പേരും തമിഴ്നാട്ടിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. അവര് തമിഴ്നാട് സ്വദേശികളാണ്. ഏകദേശം 63 കാലഘട്ടങ്ങളിലാണ് അവര് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ കുടിയേറി പാർക്കുന്നത്. അപ്പോൾ ഞാനൊരു കാസർഗോഡ് വ്യക്തിയാണെന്ന് പറയാം. പക്ഷെ എങ്കിലും തന്നെ എൻ്റെ ബാല്യകാലം എന്ന് പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇവരിവിടെ സ്ഥിരതാമസം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഉറപ്പ് അവർക്കില്ലാത്തത് കൊണ്ട് തന്നെ എന്നെ അവിടെയാണ് പഠിപ്പിച്ചത്. പഠിച്ച സ്ഥലം എന്നൊക്കെ പറഞ്ഞാല് കേരളവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ജില്ല, കോയമ്പത്തൂർ ജില്ലയുടെ ഈ മറയൂരിൽ നിന്നും താഴോട്ട് ഇറങ്ങി ചെല്ലുന്ന തമിഴ്നാട് ബോർഡറിന്റെ തൊട്ട് അതിർത്തിയിലുള്ള ഒരു മനോഹരമായ ഒരു സ്ഥലമാണ്. അമരാവതി എന്നാണ് ആ പട്ടണത്തിന്റെ പേര്. നോർത്ത് ഇന്ത്യയിൽ ഒരു അമരാവതി ഉണ്ട്. അമരാവതി അല്ല, തമിഴ്നാട്ടിലെ അമരാവതി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം. വയലുകളും പച്ച പുൽപ്പാടങ്ങളും കൃഷികളും സാധാരണപ്പെട്ട ആളുകളും താമസിക്കുന്ന മനോഹരമായ സ്ഥലമാണ്. ഇവിടെ വലിയൊരു ഡാമുണ്ട്. ഒത്തിരി കാലം പഴക്കമുള്ള ഒരു ഡാമുണ്ട്. ജലസംഭരണിയാണ്. അതുപോലെ തന്നെ ആ ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കൃഷി സ്ഥലങ്ങളും മനോഹരമായ സ്ഥലങ്ങളൊക്കെ, അതുപോലെ ഒരു ഭാഗത്ത് ഫോറസ്റ്റ്. പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഒരു സൈനിക് സ്കൂളുണ്ട്, ഒരു പട്ടാളത്തിന്റെ സ്കൂളുണ്ട്. അങ്ങനെ നല്ലൊരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ അച്ഛനും അമ്മയും കേരളത്തിലായിരുന്നത് കൊണ്ട് തന്നെ
1-ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ അവിടെയാണ് എൻ്റെ അച്ഛന്റെ അമ്മയുടെയും അതായത് എൻ്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ കൂടിയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ താമസിച്ച് ഞങ്ങൾ പഠിക്കുകയായിരുന്നു. ഞാനും എൻ്റെ മൂത്ത സഹോദരിയും അവിടെയായിരുന്നു. ഞങ്ങള് 3 മക്കളാണ് വീട്ടിലുള്ളത്. എൻ്റെ അനിയനുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്. അങ്ങനെ 3 മക്കള്. ഞങ്ങള് 5 പേരാണ് എൻ്റെ വീട്ടിൽ. അങ്ങനെ എൻ്റെ ചേച്ചിയും ഞാനും അവിടെ നിന്ന് പഠിക്കുകയായിരുന്നു. എൻ്റെ അനിയൻ കൊച്ചു കുഞ്ഞായതുകൊണ്ട് അവനെയും കൊണ്ട് അവര് കേരളത്തില് കാസർഗോഡ് ജില്ലയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. അങ്ങനെ ചേച്ചിയുടെ പഠനം പകുതിക്ക് വെച്ച് തന്നെ നിർത്തി. അതിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഈ അനിയനെ നോക്കാൻ ഒരാളില്ല എന്നുള്ള കാരണത്താൽ ചേച്ചിയുടെ പഠനം നിർത്തി. എന്നാല് എന്റെ പഠനം നിർത്തിയത് കാരണം അങ്ങനെയല്ലായിരുന്നു. സ്തോത്രം. ഞാൻ ചെറുപ്പത്തിലെ വളരെ മോശമായിട്ടുള്ളൊരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. സ്തോത്രം. മോശമായ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് അടിയായിരുന്നു. കാരണം 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ആ തീവ്രമായിട്ടുള്ള ഒരു മോശമായിട്ടുള്ള ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. ഞാൻ പഠിത്തം നിർത്താനുള്ള ഏറ്റവും വലിയ കാരണം എന്റെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാണ്. പ്രൈസ് ലോർഡ്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും എനിക്കില്ലായിരുന്നു. ഞാന് എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ കണക്ക് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്. ആ സാറാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ അടിക്കുന്നത്. എല്ലാ ക്ലാസ്സുകളിലും അടിക്കുന്ന സാറുമാർ ചിലർ കാണുമല്ലോ എന്ന് പറഞ്ഞ മാതിരി ഈ കണക്ക് പഠിപ്പിക്കുന്ന സാറായിരുന്നു ഞങ്ങളെ ഏറ്റവും കൂടുതൽ അടിക്കുന്നത്. അങ്ങനെ എന്റെ കൂട്ടുകാരനെ ഇച്ചിരി വണ്ണമുള്ള ഒരു വടിയെടുത്ത് തലയ്ക്കടിച്ചു. തലയ്ക്കാണ് അടിച്ചത്. അടിച്ചപ്പോൾ പൊട്ടി ഇങ്ങനെ ചോര ഇങ്ങനെ മുമ്പിൽ കൂടെ കൊലിച്ചു വന്നു. പെട്ടെന്ന് ആ പൈതലിനെ എടുത്തോണ്ട് അവനെ ആ സുഹൃത്തിനെ എടുത്തോണ്ട് ആശുപത്രിയിലേക്ക് പോയി. അപ്പൊ ഇത് കണ്ടപ്പോ എന്റെ ചോര അങ്ങ് തിളച്ചു. അങ്ങനെ ഞാന് ഈ സാറിനെ തല്ലാൻ വേണ്ടി നല്ലൊരു വടിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അധ്യാപകനെ തല്ലാൻ വേണ്ടി. ഞാൻ പറയുന്നത് എന്റെ കുഞ്ഞുനാള് മുതൽ എന്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നു. ഇത്രയും കഠിനമായൊരു സ്വഭാവം സാക്ഷി മുഴുവൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത്രയും മോശമായൊരു സ്വഭാവത്തിന്റെ ഉടമയെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ ഏത് ഇവിടത്തെ സംവിധാനങ്ങൾക്ക് പറ്റും? സ്തോത്രം. അത് ക്രിസ്തുവിനെ അല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് എന്റെ ബാല്യകാലം മുതലേ ഉള്ള എന്റെ സ്വഭാവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നതല്ല അതിനെക്കുറിച്ച് പറയാനോ താല്പര്യപ്പെടുന്നതല്ല. കാരണം ഇരുണ്ട ഒരു കാലയളവായിരുന്നു എന്റെ നല്ല പ്രായം മുഴുവനും. പക്ഷെ ഒരിക്കലും ഞാൻ ഓർത്തെടുക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. പക്ഷെ അത് ഓർത്ത് എടുത്ത് പറയേണ്ടി വരുന്നത് എന്റെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടത് എങ്ങനെയാണ്, ദൈവത്തിന്റെ ശക്തി എത്രത്തോളം ഉണ്ട്, ഒരു മനുഷ്യനെ ഏത് രീതിയിൽ ദൈവം സ്വാധീനിക്കാൻ കഴിയും എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ആ കാര്യങ്ങളെ ഞാൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. അങ്ങനെ ഈ വടിയൊക്കെ എടുത്ത് തയ്യാറാക്കി വെച്ചു ഈ സാറിനെ തല്ലാൻ വേണ്ടി. ഈ വടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ച കാര്യങ്ങള് കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് മറ്റുള്ള സാറുമാരൊക്കെ ആയിട്ട് ഇത് അറിഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. ഈ സാറുമാരൊക്കെ അറിഞ്ഞു എന്ന് ഞാനും അറിഞ്ഞു. ഇങ്ങനെ അറിഞ്ഞപ്പോൾ പിന്നെ സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മാതാവ് എന്നെ കാണാൻ വേണ്ടി വരികയാണ്. കേരളത്തിൽ നിന്ന് കാണാൻ വേണ്ടി വന്നു. മാതാവിനോട് ഇതൊന്നും പറയുന്നില്ല. പിറ്റേ ദിവസം സ്കൂളിൽ പോകുമ്പോൾ അവരെന്നെ പിടിച്ചു നിർത്തി മാതാപിതാക്കളെ വരുത്താൻ വേണ്ടിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്ന് സ്കൂളിൽ പോകില്ല എന്നുള്ളൊരു പ്ലാനിൽ ഞാനും ഇരിക്കുന്നു. മാതാവ് എന്നെ കാണാൻ വന്നു. തിരിച്ച് മാതാവ് കേരളത്തിലേക്ക് പോകുന്ന വഴി മാതാവ് പോയ ഉടനെ ഞാനും വേറൊരു ബസ്സിന് കയറി നാട് വിട്ടു. അങ്ങനെ 6-ാം ക്ലാസ്സോടുകൂടി 5-ാം ക്ലാസ് കഴിഞ്ഞ് 6-ാം ക്ലാസ്സിൽ ഒരു 2 മാസം ഇരുന്നതേ ഉള്ളൂ. സ്തോത്രം. ആ പഠനത്തോടു കൂടിയ പഠനം നിർത്തി വീട്ടിൽ നിന്ന് ഒളിച്ചോടി എന്നെ 3 ദിവസങ്ങൾക്ക് ശേഷം ബന്ധുമിത്രാദികളെല്ലാം കണ്ടുപിടിച്ചു. 3 ദിവസങ്ങൾ പല സ്ഥലങ്ങളിലായി കിടന്നുറങ്ങി. അങ്ങനെ കണ്ടുപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ ഇരുത്തി, അമ്മാവന്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുത്തി. അവിടെ നിന്ന് കുറെ അടിയൊക്കെ തന്നു. അവസാനം ഒന്നും നന്നാകുന്ന ലക്ഷണം കാണുന്നില്ല, സ്കൂളിൽ പോകാൻ പറഞ്ഞു, പോവില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കഠിനമായ തീരുമാനം എടുത്തപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു എന്നാ ഇവനെ കേരളത്തിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഞങ്ങൾ 3 മക്കളും കേരളത്തിലാണ്. സ്തോത്രം. അങ്ങനെ ഏകദേശം 14 വയസ്സ് ആകുന്നത് വരെ ശരിക്കും ഒരു വീട്ടു തടങ്കലിലായിരുന്നു. കാരണം ഞാൻ എവിടെയെങ്കിലും ഓടിപ്പോകുമെന്നുള്ള ഭയം അവർക്കുണ്ടായിരുന്നു. പിന്നെ എന്റെ സ്വഭാവം വല്ലാതെ വികൃതമായി തുടങ്ങി. വീട്ടു തടങ്കലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഒരു 14 വയസ്സ്, വീട്ടു തടങ്കൽ എന്ന് പറഞ്ഞാൽ കൂട്ടിട്ട് അങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ കൂട്ടിയിടുന്ന ഒരു അവസ്ഥയല്ല. പക്ഷെ പൂർണ്ണമായി അവര് എന്നെ നിയന്ത്രിച്ചത് കൊണ്ട് എന്റെ എല്ലാ മേഖലകളിലും അവർ സ്വാധീനം ചെലുത്തി. കാരണം അവർ നിസ്സഹായരായി നിൽക്കുകയാണ് എന്റെ മുമ്പിൽ. ഇനി എന്ത് ചെയ്യണം, ഇവനെ എങ്ങനെ എന്ത് ചെയ്യണം. അങ്ങനെ 14 വയസ്സോടുകൂടി എന്നെ ജോലിക്ക് വേണ്ടി പറഞ്ഞു വിടുക. കാരണം ജോലിയെങ്കിലും ചെയ്യട്ടെ, എന്തെങ്കിലും ഒരു ജോലി സംബന്ധമായ ജോലിയൊക്കെ പഠിച്ച് ഇവൻ എങ്ങനെയെങ്കിലും റെഡിയായി വരട്ടെ എന്ന് പറഞ്ഞു ഒരു 14-ാമത്തെ വയസ്സിൽ തന്നെ എന്നെ ജോലിക്ക് വേണ്ടി പറഞ്ഞു വിടുക. അങ്ങനെ പല രീതിയിലുള്ള ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്.
ഏകദേശം ഇവിടെ ആ, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന എല്ലാ ജോലികളും തന്നെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 14 വയസ്സിൽ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അല്പമായിട്ട് ഈ പണമൊക്കെ കിട്ടുമല്ലോ. ഈ പണമൊക്കെ കിട്ടുമ്പോൾ ബീഡിയും സിഗരറ്റുകളും ഒക്കെ വാങ്ങിച്ച് വലിക്കാനും ആ തരത്തിലുള്ള ദുർസ്വഭാവങ്ങളുടെ തുടക്കം കുറിക്കുകയാണ്. വീട്ടിൽ ഒരല്പം പൈസയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമെങ്കിലും ബാക്കിയുള്ള അന്നത്തെ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ എനിക്കിപ്പോ 43 വയസ്സാവുന്നു. ഇപ്പൊ 14 വയസ്സെന്ന് പറയുമ്പോൾ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അന്ന് പൈസയ്ക്കൊന്നും കാര്യമായ മൂല്യങ്ങളൊന്നുമില്ല. എങ്കിലും ആ ആ ആ കിട്ടുന്ന പൈസ കൊണ്ട് അന്ന് സിഗരറ്റും ബീഡിയും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ അങ്ങനെ കൂട്ടുകെട്ടുകൾ ഉണ്ടായി. കൂട്ടുകെട്ടുകളോട് കൂടി അങ്ങനെ കുറച്ചു കാലങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ആ മാരകമായിട്ടുള്ള ഇവിടുത്തെ ഇന്ന് വിപണിയിൽ കാണുന്നതല്ല, അന്നത്തെ കാലഘട്ടത്തിൽ വിപണിയിൽ കാണുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഞാൻ മാറിയിരുന്നു. പിന്നെ പതിയെ മദ്യപാനത്തിലേക്ക് പോവുകയാണ്. ഒരു 16 വയസ്സൊക്കെ ആകുമ്പോഴത്തേനും തന്നെ പതിയെ 16-17 വയസ്സാകുമ്പോൾ ശരിക്കും ഒരു മദ്യപാനിയായിട്ട് മാറി. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ ഏകദേശം പ്രായപൂർത്തി പോലും ആകുന്നതിന് മുമ്പേ തന്നെ മദ്യപാനിയായിട്ട് മാറി. മാതാപിതാക്കൾക്കൊക്കെ ഒത്തിരി വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടായി. കാരണം അവരൊക്കെ അങ്ങനെ ജീവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു ഭാഗത്ത് കാര്യങ്ങൾ പോകുമ്പോൾ തന്നെ മറ്റു വശത്ത് എന്റെ വേറൊരു സ്വഭാവം അവിടെ കാണാൻ പറ്റുന്നു. ചില അമ്പലവുമായിട്ട് ക്ഷേത്രങ്ങളുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് മദ്യപാനമൊക്കെ ഉണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ക്ഷേത്രങ്ങളുമായിട്ട് വളരെ ബന്ധങ്ങളുണ്ട്. ക്ഷേത്രപ്പണി, അതുപോലെ തൊഴിലുമായി സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ മറുവശത്ത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. ഒന്നുകൂടി ആഴത്തിൽ പറഞ്ഞാല്, ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഏകദേശം 450-500 കിലോമീറ്റർ ഉണ്ട് ശബരിമല. ഞാൻ അവിടെ നിന്നും ശബരിമലയ്ക്ക് മാലയിട്ട് നടന്നാണ് പോയത്. നടന്നാണ് ശബരിമലയ്ക്ക് 480-500 കിലോമീറ്റർ 14-15 ദിവസം കൊണ്ട് നടന്നാണ് ഈ ശബരിമലയ്ക്ക് പോയത്. അത്രയും തീവ്രമായിട്ട് ആ മതത്തിൽ വിശ്വസിച്ചു. മാത്രമല്ല, എനിക്ക് ആ മതത്തോട് ഉള്ള ആ താല്പര്യത്തിൽ എനിക്ക് അങ്ങോട്ട് ഒത്തിരി താല്പര്യം കൂടിയിട്ട് വേദഗ്രന്ഥങ്ങളൊക്കെ ഞാൻ ചെറുപ്രായത്തിൽ തന്നെ വായിക്കാൻ തുടങ്ങി. പക്ഷെ അതൊന്നും നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നില്ല എന്നുള്ളത് എന്റെ ജീവിതത്തിന്റെ മറ്റു സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം ഒരു വശത്ത് ഈ സ്വഭാവം വെച്ചുകൊണ്ടാണ് മറുവശത്ത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട്. അപ്പോൾ തന്നെ വേദങ്ങള്, ഉപനിഷത്തുകള്, അതുപോലെ തന്നെ പുരാണങ്ങള്, 10 പുരാണങ്ങൾ, അതുപോലെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ ഗരുഡ പുരാണം പോലെയുള്ള പുരാണം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ വായിക്കുമായിരുന്നു ചെറുപ്പം. അതുകൊണ്ട് തന്നെ ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് എന്റെ തലയിൽ നല്ല രീതിയിൽ കയറി. ആ മതത്തിൻ്റെതായിട്ടുള്ള സ്പിരിറ്റ് നല്ല രീതിയിൽ കയറി. അങ്ങനെ ഒരു വശത്ത് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കും. തീവ്രമായിട്ടുള്ള അമ്പലത്തിൽ എന്ത് ക്ഷേത്രങ്ങളിൽ പരിപാടി, പ്രത്യേകിച്ച് ഇന്ന് കേരള ജനത മുഴുവൻ ഓണം ആഘോഷിക്കുകയാണ്. ഈ ദിവസം ഞാൻ രക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒന്ന്, ഞാൻ ജീവനോടെ കാണില്ല, ഒന്നാമത്തത്. രണ്ടാമത്തത്, ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റിയൊഴിഞ്ഞ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഉച്ചവരെ ആ തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളും അതിന് ശേഷം ഉച്ച കഴിഞ്ഞ് നല്ല മദ്യപാനത്തിലേക്കും പോകുന്ന ഒരു ദിവസമാണ്. സർപ്രൈസറോടെ. എന്നാല് കർത്താവ് വിടുവിച്ചത് കൊണ്ട് അതിൽ നിന്ന് നല്ല വിടുതൽ പ്രാപിച്ചെന്ന് സ്വതന്ത്രരായിട്ടിരുന്ന് ഇരിക്കുക. സ്തോത്രം. കർത്താവിന്റെ നാമഹത്വത്തിന് വേണ്ടി ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴ് ഈ തരത്തില് ജീവിതം 2 ട്രാക്കുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു 18 വയസ്സൊക്കെ കഴിഞ്ഞ് എത്തുമ്പോഴത്തേനും ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി, പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതിൽ നിന്നൊക്കെ മാറി നമ്മള് സൈലന്റ് ആയി നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുക. അതുകൊണ്ട് പാർട്ടിയുടെ പേരൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമെടുത്ത് അതിലെ യുവജന പ്രസ്ഥാനമായിരിക്കുന്ന ആ പാർട്ടിയിൽ പ്രവർത്തിക്കുകയാണ്. പിന്നെ പാർട്ടിക്ക് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു കുറേ നാളുകൾ. പാർട്ടിക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് വെളിപ്പെടുത്താൻ സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ ആ കാര്യങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു അക്രമ സ്വഭാവമുള്ള ഒരാളും കൂടിയായിട്ട് മാറി. സ്വാഭാവികം. ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും മറ്റു കാര്യങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാലും ഏറ്റവും മുമ്പിൽ ഉണ്ടാവും. അവിടുത്തെ കമ്മിറ്റികളിലും കാര്യങ്ങളിലൊക്കെ ഞാൻ അംഗത്വം ഉണ്ടാക്കി. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട്. പിന്നെ കൺസ്ട്രക്ഷൻ വർക്കായിരുന്നു എനിക്ക് ചെയ്യേണ്ടി വന്നത്. കാരണം ബിൽഡിംഗ് വർക്ക്, ക്ഷേത്ര തൊഴിലുകൾ എപ്പോഴും ഉണ്ടാവില്ല. ഞാനൊരു 2 ക്ഷേത്രത്തിന്റെ പണി ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ഷേത്ര തൊഴിൽ എപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് മാതാപിതാക്കൾ തന്നെ കുടിയേറി കേരളത്തിലേക്ക് പാർത്തത്. അങ്ങനെ വന്നപ്പോൾ ക്ഷേത്ര തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമായതുകൊണ്ട് തന്നെ മനേടി ശാസ്ത്രങ്ങളൊക്കെ നല്ലപോലെ അറിയുന്നത് കൊണ്ട് തന്നെ ഭവന നിർമ്മാണത്തിലേക്കായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ. അന്ന് ജീവിക്കാൻ മറ്റു തൊഴിലൊന്നും പറ്റില്ല. അപ്പം
അങ്ങനെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടായിരുന്നു. 10-50ഓളം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല പേരാണ് കാസർഗോഡ് ജില്ലയിൽ. എന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന ആളാണ്, ഇന്ന തൊഴിൽ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അയ്യോ നല്ല തൊഴിൽ ചെയ്യുന്ന ആളായിരുന്നു എന്ന് ഇപ്പോഴും പറയും. അങ്ങനെ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്ക് ആളുകളെ വെച്ച് ജോലി ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട് അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ പണത്തോടുള്ള അതിയായ ആഗ്രഹം, അതുപോലെയുള്ള സുഖജീവിതം എന്നുള്ള ചിന്തകളൊക്കെ തലയിൽ കയറി പിടിച്ച് കാഞ്ഞങ്ങാട് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കൊട്ടേഷൻ ടീം, ഏകദേശം 20-ാമത്തെ വയസ്സാകുമ്പോഴത്തേനും കൊട്ടേഷൻ ടീമിൽ പതിയെ കൊണ്ടുവന്നു. അങ്ങനെ പിന്നെ ജീവിതം തികഞ്ഞ ഒരു തെമ്മാടി ജീവിതമായിട്ട് മാറി. പിന്നെ ഒരു മടിയുമില്ല ഒരാളെ തല്ലാനോ ഒരാളെ കൊല്ലാനോ ഒരു കൈകാല് വെട്ടി നിൽക്കാനോ ഒരു മടിയുമില്ലാത്ത കൊട്ടേഷൻ ടീമിൽ അംഗമായിട്ട് മാറി. പക്ഷെ ഞങ്ങളുടെ അവിടെ തൊട്ടടുത്തുള്ള ആളുകൾക്കോ ഭവനത്തിലുള്ള ആളുകൾക്കൊന്നും ഈ ഇത്ര ആഴമായിട്ടുള്ള രഹസ്യങ്ങളൊന്നും അറിയില്ല. ഞാന് പലപ്പോഴും നമ്മുടെ സ്റ്റേറ്റ് വിട്ട് കർണാടക പോലെയുള്ള സ്ഥലങ്ങളിലാണ് കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി കടന്നു ചെല്ലുന്നത്. അങ്ങനെ വല്ലാത്തൊരു ജീവിതത്തിലേക്ക് മാറി. അങ്ങനെ കുറെ കാലങ്ങൾ പിന്നെയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ തരത്തിൽ തന്നെ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിത യാത്രക്കിടയിൽ എൻ്റെ ഭാര്യയായിരിക്കുന്ന മഞ്ജുവിനെ ഞാൻ കണ്ടുമുട്ടുകയാണ്. അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവളെ ഞാൻ കണ്ടുമുട്ടുന്നത്. ഞങ്ങള് പ്രണയ വിവാഹമാണ്. അവളൊരു കത്തോലിക്ക ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവളുമായിട്ട് പ്രണയിച്ച് ഞങ്ങള് 4 വർഷത്തെ പ്രണയത്തിന് ശേഷം മാതാപിതാക്കളെ പുതുക്കിപ്പിച്ച് ഞങ്ങള് വിവാഹം കഴിക്കുകയാണ്. മാതാപിതാക്കളൊക്കെ അന്ന് ഒത്തിരി സങ്കടപ്പെടുകയും കരയുകയൊക്കെ ചെയ്തു. എന്നാൽ അവർ യേശുവിൽ വിശ്വസിക്കുന്നവരായി. എന്നാല് അങ്ങനെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അവളും കുടുംബജീവിതം തുടങ്ങി. അങ്ങനെ കുടുംബജീവിതം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയാണ്, സന്തോഷത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഒരു വശത്ത് ഈ പ്രശ്നങ്ങളൊക്കെ എന്റെ ഭാഗത്തുണ്ട്. എന്നാൽ അവൾക്കൊന്നും അത് വിഷയമുള്ള കാര്യമല്ല. കാരണം അവളും രോഗപരമായിട്ട് ജീവിക്കുന്ന ഒരു പെങ്കൊച്ചാണ്. അവൾക്കും ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല. മദ്യപിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതും ഒന്നും പ്രശ്നമുള്ള കാര്യങ്ങളല്ല. മറ്റു ഒത്തിരി ആഴമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവളുമായിട്ട് ഷെയർ ചെയ്യാറില്ല. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അപകടം സംഭവിച്ചു. എന്റെ നല്ല പ്രായത്തിലാണ്. എനിക്കൊരു അപകടം സംഭവിച്ച് എന്റെ നട്ടെല്ലിന് ക്ഷയമേൽക്കുകയാണ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നോട് ഒത്തിരി സുവിശേഷകന്മാർ സുവിശേഷം പറയാൻ വേണ്ടി കടന്നു വരുമ്പോൾ സുവിശേഷകന്മാരെ ഞാൻ ഓടിച്ച് ഓടിക്കുവാണ്. കാരണം ഒത്തിരി ന്യായങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു. എന്നോട് വന്ന് ഒരു കർത്താവിന്റെ ദാസൻ എന്ന് പറഞ്ഞു, യേശുക്രിസ്തു അല്ലാതെ കന്യകയിൽ നിന്ന് ജനിച്ച ആരും തന്നെ ഈ ലോകത്തിലില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ആരാണ് ഇത് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കണം, ക്രിസ്തുവിന്റെ മഹത്വമുള്ള ആ ക്രിസ്തു, അതായത് ഈ ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ വെറും ഒരു മനുഷ്യനുമായിട്ട് ഞാൻ തുലനം ചെയ്യുകയാണ്. എനിക്ക് അത്രയൊക്കെ അറിവുള്ളൂ എന്ന്. ഞാൻ പറയുകയാണ്, അല്ല, ഞങ്ങളുടെ വേദങ്ങളിൽ കർണൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം സൂര്യദേവന്റെ തേജസ്സിൽ ജനിച്ചയാളാണ്. അദ്ദേഹത്തിന് അപ്പനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരാൾ ഞങ്ങളുടെ വേദങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു മാത്രമല്ല എന്ന് വെറും മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ നിന്ദിക്കുന്നത്. മാത്രമല്ല, സുവിശേഷകന്മാർ എവിടെയെങ്കിലും വഴിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടാൽ ഇവരെ എങ്ങനെയെങ്കിലും അടിക്കാൻ ഒരു അവസരം കിട്ടുമെന്ന് പറഞ്ഞ് കയ്യും കെട്ടി നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ദൈവം അടിക്കാൻ അനുവദിച്ചില്ല കേട്ടോ. അടിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഈ 2 കൈയും വെച്ച് ഞാനൊന്നും ദൈവത്തെ പ്രസംഗിക്കില്ല. ചിലപ്പോൾ ഒരു കൈ ഇല്ലാതെ ഞാൻ കർത്താവിന്റെ ബൈബിൾ പിടിച്ച് പ്രസംഗിക്കാറുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവം അവിടെ നിന്ന് അടിക്കാൻ എന്നെ അനുവദിച്ചില്ല. പക്ഷെ അടിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ, അതുപോലെ ട്രാക്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കീറിക്കളയുക, അങ്ങനെ ഒരു തരത്തിലും. കാരണം ക്രിസ്തു എന്ന് പറയുന്നത് വിദേശ ദൈവവും ഇവര് മതമാറ്റക്കാരുമാണ് എന്നുള്ള ചിന്താഗതി എന്റെ ആ ഹിന്ദു തീവ്രതയിൽ നിന്ന് മുളച്ചു വന്നത്. ഒരിക്കലും ക്രിസ്തു വിദേശ ദൈവമാണ്, ഇദ്ദേഹത്തെ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കണം എന്ന് മാത്രമുള്ള ചിന്തയിൽ ക്രിസ്തുവിനെ കണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റും, ഇതൊരു മതമല്ല. ക്രിസ്തു ഒരു മതത്തിന്റെ ദൈവവുമല്ല, മാനവകുലത്തിന്റെ രക്ഷകനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന മനുവേലനായ മഹാനായ ക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ അത് പിന്നത്തതിൽ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ ഇങ്ങനെ ഒത്തിരി പ്രാവശ്യം ദൈവം എന്നെ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒത്തിരി അവസരങ്ങൾ എനിക്ക് ജീവിതത്തിൽ തന്നു, ദൈവത്തെ അറിയാനും കാണാനും വേണ്ടി. പക്ഷെ അതിനെല്ലാം ഞാൻ എന്ത് ചെയ്തു? പുറങ്കാലം കൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് ദൈവത്തിന്റെ തന്ന അവസരങ്ങളെ, സുവർണ അവസരങ്ങളെ തട്ടിക്കളഞ്ഞ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ട്. പക്ഷെ ഇത് തട്ടിക്കളഞ്ഞ് പോയിക്കൊണ്ടിരുന്നതിന്റെ
പരിണത ഫലം എന്റെ ജീവിതം മരണത്തിന്റെ വക്കോളം എത്തിയെന്നുള്ളത്. ഒരു സെക്കൻഡ് കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനെ. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബം തന്നെ ഇന്ന് ഈ ഭൂമിയിലില്ല. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ മരിച്ചേനെ. ആ ഒരു സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തിച്ചു. പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകും. ഈ ഉം, തമിഴിലൊരു പഴഞ്ചൊല്ലുണ്ട്, കഥയല്ല, തമിഴിലൊരു പഴഞ്ചൊല്ലുണ്ട്. അതിങ്ങനെയാണ്: ആടറ മാട്ടെ ആടിക്കറക്കണം, പാടറ മാട്ടെ പാടിക്കറക്കണം. അപ്പൊ പശുവിന്റെ ഉദാഹരണം, പശുവിന്റെ ഇത് ഞാൻ വിവരിച്ചു പറയാം. പണ്ട് കാലങ്ങളിലൊക്കെ പശുത്തൊഴുത്തുകളുണ്ട്. അപ്പൊ അതിനുള്ളിൽ പശുക്കൾ ഒത്തിരി എണ്ണം ഉണ്ടാവില്ലേ? അപ്പൊ അതിനകത്ത് എല്ലാ പശുക്കളെയും ഒരേ രീതിയിലല്ല കറക്കുന്നത്. ചിലതിനെ പാട്ടുപാടി കറക്കാം, ചിലതിനെ സംസാരിച്ച് വർത്താനൊക്കെ പറഞ്ഞ് കറക്കാം, ചിലതിനെ കെട്ടിയിട്ട് തല്ലിയാലേ കറക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്നെയൊക്കെ ഇച്ചിരി കെട്ടിയിട്ട് തല്ലി കറക്കേണ്ട സൈസായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം ആ അവസരത്തിലേക്ക് എന്നെ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം എന്ന് പറയുന്നത്. സ്തോത്രം. അങ്ങനെ വിവാഹ ജീവിതത്തിന് ശേഷം വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നട്ടെല്ലിന് ക്ഷയമേൽക്കുന്നത്, ഒരു അപകടം സംഭവിച്ചു. അങ്ങനെ അവിടെ നിന്ന് പതിയെ ഞാൻ ബിസിനസ്സിലോട്ട് തിരിയുകയാണ്. പിന്നെ കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യാൻ പറ്റുന്നില്ല, അവിടെ പോയി നമുക്ക് സൈറ്റുകളിൽ നോക്കാൻ പറ്റാത്തത് കൊണ്ട് പതിയെ ബിസിനസ് മേഖലയിലോട്ട് തിരിയും. അങ്ങനെ ബിസിനസ് മേഖലയിലോട്ട് തിരിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നത് ഒരു പാർസൽ കമ്പനിയാണ്. ഒരു പാർസൽ കമ്പനി തുടങ്ങി. ഒരു പാർട്ട്ണർ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് വിജയിക്കാതെ പോയി. അത് എനിക്ക് ലാഭമല്ലാതെ പോയപ്പോൾ ഞാൻ ആ പാർട്ട്ണർക്ക് തന്നെ അത് കൊടുത്ത് അത് ഒഴിവാക്കി. അതിനുശേഷം പിന്നെയും 2 പാർട്ട്ണർമാരെ കൂട്ടിക്കൊണ്ട് വൻപിച്ച രീതിയിൽ മത്സ്യ കച്ചവടം, വലിയൊരു കട, അവിടെ കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടിന് കിഴക്ക് ഭാഗത്തായിട്ട് ഒടയഞ്ചാൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വലിയൊരു AC കട. ആ പ്രദേശത്ത് അത്രയും നല്ലൊരു കട ഇല്ലായിരുന്നു, കാഞ്ഞങ്ങാട് പോലും ഇല്ലായിരുന്നു. അത്രയും നല്ലൊരു കട ഞങ്ങൾ തുടങ്ങി. അതിനോടൊപ്പം തന്നെ വാഹനത്തിൽ മത്സ്യങ്ങൾ ഹോൾസെയിൽ ആയിട്ട് എടുത്ത് പല മാർക്കറ്റുകളിൽ, കേരളത്തിന്റെ പല മാർക്കറ്റുകളിൽ പച്ചമീൻ എത്തിക്കുന്ന ഒരു ഹോൾസെയിൽ ബിസിനസ്സും കൂടിയായിരുന്നു. അങ്ങനെ വളരെ ഭംഗിയായിട്ട് അത് തുടങ്ങി, നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ദൈവത്തെ അറിയേണ്ടത് അത്യാവശ്യമായതുകൊണ്ടും അതിനുവേണ്ടിയാണ് ദൈവം ഇതിലേക്ക് നടത്തുന്നതായതുകൊണ്ടും ആ ബിസിനസ് ഒരു കൊല്ലാകുന്നതിന് മുമ്പ് തന്നെ പൊട്ടി. സ്തോത്രം. പൈസയായി പോയി, ഒത്തിരി പൈസ അതിൽ നഷ്ടമായി. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ തിരുപ്പൂരിൽ ബനിയൻ കമ്പനി തുടങ്ങാനുള്ളൊരു സാധ്യത കണ്ടു. അങ്ങനെ അവിടെ ചെന്ന് ഒരു 6 മാസത്തോളം പഠനം നടത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്. കാരണം ഇനി ഒരു പൊട്ടലുണ്ടാവരുത്, ഇനി ഒരു ബിസിനസ് തകർച്ച ഉണ്ടാവരുത്. അങ്ങനെ വിചാരിച്ച ഒരു 6 മാസത്തോളം അവിടെ ചെന്ന് പഠനം നടത്തിയതിനു ശേഷം ഇത് ഏതെല്ലാം രീതിയിൽ ചെയ്യാമെന്ന് മനസ്സിലാക്കി വളരെ ക്ലിയർ ആയിട്ട് ഒരു ഡ്രോയിങ് ഒക്കെ ഉണ്ടാക്കിയതിനു ശേഷമാണ് ഞാൻ തിരുപ്പൂരിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് എന്റെ ഒരു റിലേഷനിൽപ്പെട്ട ആൾ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അവിടെ ഞാൻ സ്വന്തമായിട്ട് ബിൽഡിംഗ് പണിത് ഏകദേശം 50ഓളം പേര് ജോലി ചെയ്യാൻ പാകത്തിനുള്ള ഒരു കമ്പനി മെഷീനറികളെല്ലാം വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളുകൾ മുന്നോട്ട് പോയപ്പോൾ തന്നെ GST എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് ഇതെല്ലാം എനിക്ക് വേണ്ടിയാ വന്നതെന്ന് ഞാൻ ഇന്ന് ആലോചിക്കുന്നത്. കാരണം അത് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും ഞാൻ കർത്താവിനെ അറിയില്ല. അത് വന്നപ്പോൾ ആ ബിസിനസ്സും തകർന്നു തരിപ്പെടുമായി. ഏകദേശം 25-30 ലക്ഷത്തോളം കടബാധ്യതയുള്ള ഒരു മനുഷ്യനായിട്ട് ഞാൻ മാറി. എന്റെ കയ്യിൽ വിശുദ്ധ വേദപുസ്തകം ഇന്നുകൊണ്ട് ഞാനിത് പൈസ കൊടുത്ത് വാങ്ങിച്ചാണ്. സാധാരണ രക്ഷിക്കപ്പെടുമ്പോൾ ആരെങ്കിലുമൊക്കെ സൗജന്യമായിട്ട് തരാറുണ്ട്. പക്ഷെ ഞാനിത് കാശ് കൊടുത്ത് വാങ്ങിച്ചാണ്. അത് എന്താ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കാരണം വെച്ചാൽ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവിനെ വിമർശിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു തിരുവെഴുത്താണ് എന്റെ കയ്യിൽ ഇപ്പോൾ. ദൈവത്തിന്റെ വചനത്തെ വിമർശിക്കാൻ വേണ്ടി. ഇവര് പറയുന്ന എന്ത് കാര്യമാണ് ഈ ബൈബിളിലുള്ളത്? ഇത്രയും വലിയ സംഭവം നമ്മുടെ വേദങ്ങളെക്കാളും വലുതാണോ? ഒന്നും അന്ധമായിട്ട് വിശ്വസിച്ചിരിക്കുകയാണ്. ഞാൻ പിന്നീട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം ഈ ഗ്രന്ഥം ഇന്ന് നമ്മൾ ഈ മാനുഷിക രീതിയിൽ ഇന്ന് കണ്ടുപിടിച്ചിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളും സയൻസും ഉപയോഗിച്ച് നോക്കിയാൽ തന്നെ ഏകദേശം 6000-7000 വർഷം പഴക്കമുള്ള ഗ്രന്ഥമാണ് എന്റെ കയ്യിൽ എഴുത്തുകൾ. അപ്പം ഇത്രയും പഴക്കമുള്ള ഗ്രന്ഥം, പക്ഷെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്. അപ്പൊ എപ്പോഴാണെന്ന് പോലും പറയാൻ പറ്റില്ല. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ മനസ്സിലും ഹൃദയത്തിലും ദൈവവുമായിരുന്ന വചനം ഭൂമിയിലേക്ക് അവതരിച്ച യേശുക്രിസ്തു മുഖാന്തരം അതിന്റെ ഒരു ഭാഗമായിട്ട് തിരുവെഴുത്ത്. പക്ഷെ ഇതിനെ ഞാൻ ഒന്നുമല്ലാതെ കണ്ടിട്ട് വെറും 1700 വർഷങ്ങൾ മാത്രം പഴക്കമുള്ള വേദങ്ങളെ ഞാൻ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞ ലക്ഷം കോടി വർഷങ്ങൾ പഴക്കമുള്ളതാണ്. പക്ഷെ പിന്നത്തിൽ എനിക്ക് മനസ്സിലായി, ഇവിടുത്തെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നത് 1700 വർഷം മാത്രമേ സംസ്കൃത കൃതികൾക്ക് പഴക്കമുള്ളൂ. കാരണം കൽവെട്ടുകളിൽ കണ്ടെടുത്ത ആ കല്ലിലെ പഴക്കം 1700 വർഷങ്ങളാണ്. അതിനു മുമ്പ് മുതൽ തമിഴ് എന്ന് പറയുന്ന ഭാഷയുണ്ട്.
തമിഴ് എന്ന് പറയുന്ന ഭാഷ ക്രിസ്തുവിന് 800 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട തിരുവള്ളുവർ എന്ന് പറയുന്ന വ്യക്തി തിരുക്കുറൾ എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പേ തമിഴുണ്ട്. പക്ഷെ തമിഴ് ഉള്ള സമയത്ത് പോലും സംസ്കൃതമില്ല. ആ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട വേദങ്ങളെ ഞാൻ വലുതായിട്ട് ഉയർത്തിപ്പിടിച്ച് നടന്നു ഇന്ന് സ്തോത്രം. അങ്ങനെ ഇതിനകത്തുള്ള വചനങ്ങൾ വായിച്ച് ആളുകളെ വിമർശിക്കാൻ അല്ലെങ്കിൽ അവരോട് എതിർത്ത് നിൽക്കാൻ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഏതെല്ലാം തരത്തിൽ എന്തെല്ലാം കിട്ടും എന്നൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ തിരുവെഴുത്ത് വാങ്ങിയത്. പക്ഷെ ഈ തിരുവെഴുത്തിന് വല്ലാത്തൊരു ശക്തി കേട്ടോ, സ്തോത്രം. കാരണം ഇത് ജീവനുള്ള വചനമാണെന്നാണ് നമ്മൾ പഠിക്കുന്നല്ലേ, ജീവനുള്ള വചനം. ഇത് എവിടെ വീഴുന്നു അവിടെ മുളച്ചിരിക്കും. പ്രൈസ് ലോർഡ്. ഇത് വായിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ വീണു. പക്ഷെ ഒരല്പം വൈകിയാണ് മുളച്ചതെന്ന് മാത്രമേ ഉള്ളൂ, സ്തോത്രം. പക്ഷെ ഹൃദയത്തിൽ വീണ് കിടന്നു. അങ്ങനെ വായിക്കും. പക്ഷെ ഒരു ബാലരമ വായിക്കുന്നവരിൽ ലാഘവമൊക്കെ ഉള്ളൂ. അങ്ങനെ വായിക്കാനേ പറ്റുന്നുള്ളൂ. കാരണം പരിശുദ്ധാത്മാവില്ലാതെ ഇതിന് വായിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഗ്രഹിക്കാൻ പറ്റും? ഹല്ലേലൂയ. ഫിലിപ്പോസ് മരുഭൂമി നടന്നു പോയപ്പം ഷണ്ടൻ ചോദിച്ചതുപോലെ ഗ്രഹിപ്പിക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ ഇത് പറഞ്ഞു തരാൻ ആരുമില്ലെങ്കിൽ ഇത് എങ്ങനെ ഗ്രഹിക്കും? പരിശുദ്ധാത്മാവില്ലാതെ ഇത് വായിച്ചു കഴിഞ്ഞാൽ വെറും കഥാപുസ്തകമായിട്ട് വായിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും വായിക്കാൻ പറ്റത്തില്ല. പക്ഷെ വചനത്തിന് ജീവനുണ്ട്. വചനം അങ്ങനെയല്ല, വചനത്തിന് ജീവനുണ്ട്, സ്തോത്രം. അപ്പൊ അങ്ങനെ ഇത് വായിച്ചു വെച്ചു. ഇങ്ങനെ ഞാൻ പുറകോട്ട് വരികയാണ്. അപ്പൊ ഇവിടെ ബിസിനസ് തകർന്ന് തരിപ്പിടമായി. ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ തിരുപ്പൂരിൽ 5 രൂപ 10 രൂപ മതി. 5 രൂപ 10 രൂപ മതി. പക്ഷെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും എന്റെ പണമില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറി. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ ഇത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വീട്ടിൽ അറിയുന്നില്ല. ഇതിന്റെ ഇടയിൽ വെച്ച് തന്നെ 2 കുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് തന്നു. പാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പറഞ്ഞിരുന്നു, എന്റെ മൂത്ത പൈതൽ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, രണ്ടാമത്തെ പെങ്കൊച്ച് 6ാം ക്ലാസ്സിൽ ഇപ്പൊ പഠിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വെച്ച് തന്നെ ദൈവം ഞങ്ങൾക്ക് 2 പൈതങ്ങളെ തന്നു. ദൈവത്തെ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഈ സന്തതികൾ ദൈവത്തിന്റെ ആണല്ലോ, സ്തോത്രം. ദൈവം വന്ന് തന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പൊ അവര് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊന്നും ഞാനിങ്ങനെ അനുഭവിക്കുന്നുണ്ട്, ഇത്രയും പ്രതിസന്ധി കൂടെ പോകുന്നൊന്നും അവരറിയുന്നു. കാരണം എന്റെ ആദ്യത്തെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര സുഖലോലമായിട്ടുള്ള ഒരു ജീവിതമാണ്. എന്ത് ആഗ്രഹിച്ചാലും ചെന്ന് വാങ്ങാം. ഒരു 4 രജിസ്ട്രേഷൻ വണ്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ എന്ന് ആഗ്രഹിച്ച നാളെ പോയി പൈസ കൊടുത്ത് വാങ്ങുക. അത്രയും സാമ്പത്തിക ഭദ്രത എന്ന് വെച്ചാൽ കയ്യിൽ അത്രയും പൈസയുണ്ട്. ഫാമിലി പരമായിട്ട് ഞങ്ങൾ പൈസയുള്ള ആളുകളല്ല. പക്ഷെ എന്റെ കയ്യിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും പൈസ ഉണ്ടായിരുന്നു. അങ്ങനെ ഏതെല്ലാം വഴികളിൽ കാശുണ്ടാക്കാൻ പറ്റുമോ, ആരെല്ലാം പറ്റിച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ആ വഴികളെല്ലാം നോക്കുമായിരുന്നു. അതായിരുന്നു എന്റെ ഒരു സ്വഭാവ നാച്ചുറൽ എന്ന് പറയും. അങ്ങനെ തിരുപ്പൂരിൽ ചെന്ന് ഇങ്ങനെ തിരുപ്പൂരിലൊക്കെ പിടിച്ചേക്കാൻ വലിയ പാടാണ്. കാരണം അവിടെ ഭയങ്കര ഗുണ്ടാസംഘങ്ങളും ഭയങ്കര പ്രശ്നങ്ങളുമാണ്. പക്ഷെ ഞാൻ ഇതിനപ്പുറം കടന്നു വന്നവനായതുകൊണ്ട് അവിടെ വന്ന് എന്റെ അടുത്ത് ഒരു പണിയും നടന്നില്ല. ഞാൻ ഈ രീതിയിലൊക്കെ അവരെ ആക്രമിച്ചു, ഭീഷണിപ്പെടുത്തി, പേടിപ്പിച്ചു. പക്ഷെ ഇതൊന്നും എന്റെ കഴിവുകൊണ്ടല്ല. ഇന്ന് ജീവിച്ചിരുന്ന സുവിശേഷം പ്രസംഗിക്കേണ്ടത് ദൈവഹിതമായതുകൊണ്ട് അന്നാരും കത്തിപ്പിടിക്ക് തീർന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, സ്തോത്രം. എന്നെക്കാളും എത്രയോ കഴിവുള്ളവരും ആരോഗ്യമുള്ളവരും തിരുപ്പൂരിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർണാടകത്തിലൊക്കെ പോയപ്പോൾ ഞങ്ങളെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ തോക്കു ചൂണ്ടി ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ അവർ ഞങ്ങളെ വിട്ടയച്ചിട്ടുണ്ട്. അതുപോലെ ഗുണ്ടാസംഘങ്ങളുടെ ഇടയിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഞങ്ങളെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് വിടുവിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അത് ഇന്ന് ദൈവത്തെ പ്രസംഗിക്കേണ്ടത് ദൈവഹിതമായതുകൊണ്ട്, ദൈവത്തിന്റെ കൃപയായതുകൊണ്ട്, കഴിവല്ല കൃപയായതുകൊണ്ട് ദൈവം നിർത്തിയതാണ് എന്ന് ഞാൻ പിന്നത്തിൽ മനസ്സിലാക്കി. അങ്ങനെ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പോലും ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി. വീട്ടുകാരൊന്നും ഇത് അറിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ അവസാനം ആ മിഷണറികളും എല്ലാ സാധനങ്ങളും എടുത്ത് വിറ്റിട്ട് ഞാൻ വീണ്ടും കാസർഗോഡിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ കാസർഗോഡിലേക്ക് മടങ്ങി വന്നു. കാസർഗോഡ് നിൽക്കുന്നു. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പതിയെ കുടുംബ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യും, ഫാമിലി പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സുഖലോലമായിട്ട് ജീവിച്ച ഒരു കുടുംബത്തിലെ ഭാര്യയും, അതായത് ലോകപരമായി ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഇമ്പോർട്ടന്റ് എപ്പോഴും പണത്തിനായിരിക്കും പ്രാധാന്യം. ഇതില്ലാണ്ടായപ്പം സ്വാഭാവികമായിട്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ അവൾ ചിന്തിച്ചു, ഈ മക്കളെ ഇനി എങ്ങനെ നോക്കും, ഇവർക്ക് ആഹാരം എങ്ങനെ കൊടുക്കും. പലപ്പോഴും അച്ഛന് പെൻഷൻ കിട്ടുന്ന പൈസയിൽ ഒരല്പവും അതുപോലെ റേഷൻ കിട്ടുന്ന അരിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വീട്ടിൽ എനിക്ക് തന്നിട്ട് പോകും. ഞാനൊരു വാടക വീട്ടിലാണ് താമസം, ഞങ്ങൾ തനിച്ച് താമസം. അവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകും. ഇതൊക്കെ കണ്ടപ്പോൾ ഇവള് മനസ്സ് തകർന്നു, ജോലിക്ക് പോകുന്നില്ല. കാരണം നടുവിന് പ്രശ്നമുള്ളത് കൊണ്ട് മറ്റു ജോലികൾക്കൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ പോകുന്നത് കൊണ്ട് അങ്ങനെ അവള് ഇവള് മഞ്ജു, എന്റെ ഭാര്യ പ്രിയ മഞ്ജു എന്നോട് പറഞ്ഞു, ഈ തരത്തിൽ ജീവിതം മുന്നോട്ട് പോയാൽ നമുക്ക് ശരിയാവില്ല, ഒത്തിരി വഴക്കുകളും പ്രശ്നങ്ങളും. അവസാനം അന്തിമമായിട്ട് അവളൊരു തീരുമാനമല്ല, അവരൊരു സൂചന എനിക്ക് തന്നു, ഞാൻ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഡൈവേഴ്സ് ചെയ്യും. ആ വാക്കുകള് എന്നെ ഒത്തിരി വേദനിപ്പിക്കുകയും എന്നെ വേറൊരു റൂട്ടിലോട്ട് എന്നെ തിരിച്ചുവിടുകയും ചെയ്തു.
വേറെ റൂട്ടിലോട്ട് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുറച്ചും കൂടി ഞാൻ ദൂരനായിട്ട് മാറുകയാണ്. ഞാൻ അവിടെ ഒരു തീരുമാനം എടുക്കുകയാണ്, സ്നേഹിച്ച് കല്യാണം കഴിച്ച മഞ്ജു. അപ്പം ഫാമിലികളെല്ലാം നമ്മൾ ഉറ്റുനോക്കുന്നു, ഇവരെങ്ങനെ ജീവിക്കും, ഇവരെങ്ങനെ ജീവിതം മുന്നോട്ട് പോകും. കാരണം ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരെല്ലാം പരാജയത്തിൽ അവസാനിക്കുന്നു എന്നുള്ള ഒരു ശരിക്കും അത് ശരിയാണ്, ഒരു പരിധി വരെ 90% ശരിയാണ്. അങ്ങനെ ഒരു കാലഘട്ടമല്ലേ. അപ്പൊ എല്ലാവരും നമ്മൾ ഉറ്റുനോക്കുന്നു. ഒരു ഭാഗത്ത് അങ്ങനെ, മറുവശത്ത് സൊസൈറ്റിയിൽ അത്യാവശ്യം പാർട്ടിപരമായിട്ട് അറിയുന്ന ഒരാള്, അതുപോലെ അമ്പലവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം സൊസൈറ്റിയിൽ അറിയുന്ന ഒരാള്, ഇങ്ങനെയുള്ള ഒരാളുടെ ഭാര്യ ഉപേക്ഷിച്ച് ഡൈവേഴ്സ് ചെയ്ത് പോയി എന്ന് പറയുമ്പോൾ അതെനിക്ക് വല്ലാത്ത നാണക്കേടുണ്ടാകും. പക്ഷെ അതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇവളെ കൊല്ലുന്നതാണ്. അങ്ങനെ ഒരു തീരുമാനം. കാരണം ഒരു കൊലപാതകം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതിനെ. കാരണം എന്റെ ചെറുപ്പം മുതലേ വളർന്നു വന്ന എന്റെ സ്വഭാവ ഈ ഈ സ്വഭാവത്തിന്റെ ഒരു പ്രശ്നമാണത്. ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് ചിന്തിക്കുകയാണ്. നോക്കണം, പുറത്തുള്ള ഒരാളല്ല, ഭവനത്തിൽ ഒരു 2 പൈതങ്ങൾക്ക് ജന്മം നൽകി ഇത്രയും നാള് എന്റെ കൂടെ നിന്ന് എന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് എന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നെ ശുശ്രൂഷ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ ശുശ്രൂഷിച്ചെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എന്റെ കൂടെ നിന്ന എന്റെ ഭാര്യയെ കൊല്ലുന്ന രീതിയിലേക്ക് എന്റെ മനോഭാവം മാറി. ഇതൊക്കെ പറയുന്ന എന്തിനാണെന്നറിയാമോ? എന്നെ ദൈവം ഇത്ര കഠിന ഹൃദയനായിരുന്ന, ഏത് കല്ലിനെ ഉടച്ചു കളയും കേട്ടോ ദൈവവചനം, ഏത് കല്ലിനെ ഉടച്ചു കളയും. സ്തോത്രം. എത്ര കഠിന ഹൃദയനായിരുന്നാലും, എത്ര സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നാലും ദൈവത്തിന്റെ മുമ്പിൽ നിസ്സാരനാണ് നമ്മളെല്ലാം. അപ്പസ്തലനായ പൗലോസിനെ നമ്മൾ കാണുന്നുണ്ട് തിരുവഴുത്തിൽ. അപ്പസ്തലനായ പൗലോസ് ദൈവസഭയെ മുടിക്കുവാൻ വേണ്ടി വന്ന വ്യക്തിയാണ്. അത്രയും മിടുക്കനായ ഒരു വ്യക്തി നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റില്ല. പക്ഷെ ആ പൗലോസിനെ കർത്താവ് യേശുക്രിസ്തു ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് പിടിച്ചു. അതിലും വലിയവരൊന്നും അല്ല നമ്മൾ. പക്ഷെ എന്റെ ഈ സ്വഭാവം ഇത്രയും കഠിനമായിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ദൈവം എന്നെ വിടുവിച്ചത് എത്ര വലിയൊരു സംഭവമാണ് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഭാര്യയെ കൊല്ലാനുള്ള തീരുമാനം എടുത്തു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ നമ്മൾക്ക് അല്പമായ ശ്വാസമുട്ടലൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യം. ഇന്നും അത്യാവശ്യം തൂക്കമുണ്ട്, 80 കിലോന്റെ അടുത്ത് വരും. പക്ഷെ അന്ന് പറഞ്ഞ ഒരു 84 കിലോ വെയിറ്റും, അന്ന് ഒരു അഭ്യാസിയും കൂടിയാണ് ഞാൻ. അതുപോലെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ എല്ലാം ചെറുപ്പത്തില് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിരുന്നതുകൊണ്ട് ഒരു സാധാരണ ഒരു മനുഷ്യനോ ഒരാൾക്കോ രണ്ടാൾക്കോ ഒന്നും എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അത്ര ആരോഗ്യമുള്ളൊരു സമയമായിരുന്നു. അങ്ങനെ ഇവളെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുത്തു. ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇവളുടെ മുഖത്ത് തലയണ വെച്ച് അമർത്തി കൊല്ലാനായിരുന്നു പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇവളെ കൊല്ലാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്തു. ഒരു ദിവസം രാത്രിയിൽ കൃത്യനിർവഹണം നടത്താൻ വേണ്ടി ഞാൻ തലയണ വെച്ച് ഇവിടെ അമർത്താൻ തുടങ്ങി. പക്ഷെ എന്റെ മനസ്സിന്റെ കഠിനം നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഇവള് മരിക്കുന്നത് എനിക്ക് കാണണം. എന്നിട്ട് ഞാൻ ഈ തലകണ മാറ്റിയിട്ട് എന്റെ സ്വന്തം കൈകൊണ്ട് ഞാൻ ഇവളെ കഴുത്തി വെച്ച് കൊല്ലാനുള്ള ശ്രമമാണ്. ശരിക്കും പറഞ്ഞ ഇവള് മരിച്ചു എന്ന് തന്നെ പറയാം. ഇവളുടെ ഏകദേശം അന്തിമ ശ്വാസം, ഒറ്റ ശ്വാസം, ഒരു ശ്വാസം കൂടി അന്ന് നിലച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയമായി എന്റെ കൂടെ ഇന്ന് ശുശ്രൂഷിക്കാൻ എന്റെ കൂടെ ഇല്ല. തെരുവിൽ നിന്ന് ഞാൻ കർത്താവിനെ പ്രസംഗിക്കുമ്പോൾ അവൾ എന്റെ കൂടെ നിൽക്കാൻ, എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ, എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഇന്ന് അവളില്ല. പക്ഷേ ദൈവത്തിന്റെ ഹിതം ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവം അന്ന് അവൾക്ക് പ്രത്യേകമായിട്ടൊരു ശക്തി നൽകി. മറ്റൊന്നുമല്ല, അവളെന്നെ തട്ടിത്തെറിപ്പിക്കുവാനുള്ള ഒരു ബലം അവൾക്ക് നൽകി. അവസാനത്തെ അന്ത്യശ്വാസം തീരുന്നതിന് മുമ്പ് അവളെന്നെ തട്ടിത്തെറിപ്പി. നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു ഞാൻ. എന്നെ തട്ടിത്തെറിപ്പിച്ചു. ഞാൻ നേരെ കട്ടിലിന്റെ ഇപ്പുറത്തേക്ക് വീണു. ഇവൾ എഴുന്നേറ്റു, ശ്വാസമൊക്കെ വിട്ടു കഴിഞ്ഞ് ഇവള് കുറച്ചു നേരം ഇരുന്നിട്ട് ഇവൾ എന്നോട് പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ ഒന്ന് പ്രചോദനം ഉണ്ടാകാൻ വേണ്ടി എങ്ങനെയെങ്കിലും കയറി വരാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഒരിക്കലും നിങ്ങളെ വിട്ടിട്ട് പോവില്ലായിരുന്നു. പക്ഷെ എന്നെ കൊല്ലാൻ മാത്രമുള്ള ക്രൂരമായിട്ട് നിങ്ങൾ മാറിയോ? തകർന്നുപോയി ഞാൻ. എനിക്ക് അന്നേരമാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ എന്തായിരുന്നു ചെയ്യാൻ വേണ്ടി. പക്ഷെ അന്നേരം ഞാനൊരു തീരുമാനം എടുത്തു, എന്നാൽ ഒരു കാര്യം ചെയ്യാം. ഈ പാപമംഗളുമായ ലോകം, കാരണം ഈ ഒരു സിറ്റുവേഷനെ തരണം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. എന്റെ പേരില് ഏകദേശം ഒരു 4ഓളം കേസുകളുണ്ട് കോടതികളിൽ. അപ്പൊ കേസുകളെല്ലാം ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് വർഷങ്ങളായിട്ട്. ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു ഭാഗത്ത് ഞെരുങ്ങുന്നു. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ദാമ്പത്യ ജീവിതം, നമുക്ക് ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കുടുംബജീവിതം തകർന്നു എന്നുള്ളത്. ഇനി അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു സാധ്യതയില്ല, രക്ഷപ്പെടാൻ വേറൊരു മാർഗവുമില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ ഒരു വ്യക്തിയില്ല. അന്ന് വരെ കൂടിയിരുന്ന് മദ്യപിച്ചവരില്ല,
കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ല, മാതാപിതാക്കൾക്ക് സാധിക്കുന്നില്ല, ബന്ധുമിത്രാദികൾക്ക് സാധിക്കുന്നില്ല, രാഷ്ട്രീയ പാർട്ടികൾ പറ്റുന്നില്ല, അതുപോലെ തന്നെ അന്ന് വരെ നടന്നിരുന്ന ഗുണ്ടാ സംഘങ്ങൾ വിചാരിച്ച നടക്കില്ല. ഇങ്ങനെ ആർക്കും കഴിയാതെ എല്ലാ വാതിലുകളും കൊട്ടിയടയപ്പെട്ട ഒരു സിറ്റുവേഷനിലേക്ക് ദൈവം എന്നെ എത്തിക്കുകയാണ്. അപ്പോഴും ക്രിസ്തു ശത്രു തന്നെ. സ്തോത്രം. അപ്പോഴും മതത്തിന്റെ ആ ഭ്രാന്ത് തലയിൽ കയറി കിടക്കുന്നത് ക്രിസ്തു ശത്രുവായി തന്നെ ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഇത്രയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തീരുമാനം എടുത്തു, ഇനി ഈ ലോകത്തിൽ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ജീവിക്കേണ്ട, നമുക്ക് കുടുംബമായിട്ട് മരിക്കും. അങ്ങനെ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനം എടുക്കുക. ഈ തീരുമാനം എടുത്ത് ഞാനും എന്റെ ഭാര്യ കുഞ്ഞുങ്ങളും എല്ലാം അങ്ങനെ ആ വാടക വീട്ടിൽ കഴിയുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയില് നല്ല ഉറക്കമാണ് എല്ലാവരും. പക്ഷെ എനിക്ക് ഉറക്കമാണോ എന്ന് ചോദിച്ചാൽ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ ആ ഉറങ്ങണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഈ ചിന്ത അകത്ത് കയറി കിടക്കുന്നുണ്ട്. ദിവസങ്ങളോളം എന്റെ ഉറക്കം നഷ്ടപ്പെട്ട് ഞാൻ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ എന്നെ ഒരു ശബ്ദം വിളിക്കുന്നതായിട്ട് നിൽക്കും. ഞാൻ വേഗം ഓടി പുറത്തിറങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ വല്ലാത്തൊരു മാനസിക അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മരണം മുന്നിൽ കണ്ടുകൊണ്ട്, മരിക്കാൻ, ആത്മഹത്യ എന്ന് പറയുന്ന ആ ഒരു ക്രിയ മുന്നിൽ കണ്ടുകൊണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ മുന്നോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കും. ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതാവും, അങ്ങനെ തോന്നാം, ഒരുപക്ഷെ തോന്നാമല്ലോ. ഞാൻ വിചാരിച്ചു തോന്നിയതാവും എന്ന് വിചാരിച്ച് ഞാൻ ആ വീടിന്റെ പുറത്ത് നിന്ന് അവിടെ ഇരുന്ന് ഒരൽപ്പം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരിക്കൽ കൂടി ആ ശബ്ദമുണ്ടായ ആ ഭാഗത്തേക്ക് ഞാൻ നോക്കി, ടോർച്ച് അടിച്ച് നോക്കി, അവിടെ എല്ലാം എഴുന്നേറ്റ് നോക്കി. അർദ്ധരാത്രിയാണ്, ഒരു മനുഷ്യനെയും കാണാനില്ല. അപ്പം നല്ല ഗംഭീര ശബ്ദവുമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ അമ്മയുടെ ഭവനക്കാർക്ക് ഈ സാത്താൻ സേവ എന്ന് പറയുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേൾക്കും, കേൾക്കാം. എന്റെ മുത്തശ്ശനുമായിട്ട് എനിക്കൊരു നേരിട്ടൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ആ തരത്തിൽ എന്തെങ്കിലും ആണോ? കാരണം എനിക്ക് അല്ലാതെ വേറൊരു ആള് ദൈവം വിളിക്കുമെന്നുള്ള സങ്കല്പം എനിക്കില്ല. കാരണം ഞാൻ എന്റെ ബാല്യകാലം മുതൽ ഞാൻ സേവിച്ചു വന്ന വിഗ്രഹങ്ങൾ ഇന്നുവരെ സംസാരിച്ചിട്ടില്ല, ഇന്നുവരെ വിളിച്ചിട്ടില്ല, ഇന്നുവരെ ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. എല്ലാം ഒരു സങ്കല്പ വിശ്വാസത്തിലൂടെ കടന്നു പോകുന്നല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ദൈവങ്ങൾ മിണ്ടുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ കേട്ടില്ല, എനിക്ക് അനുഭവമില്ല. എനിക്ക് കണ്ടും കേട്ടും അല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല ഒരു കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാത്താൻ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണോ, സാത്താൻ സേവ പോലെയുള്ള എന്തെങ്കിലും ആണോ എന്നൊക്കെ എന്റെ ചിന്ത ഇങ്ങനെ പോകാൻ തുടങ്ങി. മൂന്നാമത് ഒരിക്കൽ കൂടി അതിഗംഭീരമായിട്ട് ആ ശബ്ദം എന്നെ വിളിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനെയുള്ള ശക്തിയല്ല, ദൈവമാണ്. പക്ഷെ ഞാൻ സേവിച്ച ഈ ദൈവങ്ങൾ ഒരിക്കലും ഇങ്ങനെ വിളിക്കാൻ ശക്തിയുള്ളതല്ല എന്ന് എന്റെ ആ പ്രായത്തിന്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കി. ഇങ്ങനെയാണ് എല്ലാ ദൈവങ്ങളും എന്നാണ് ഞാൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ദൈവം വിളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏതായിരിക്കും ദൈവം? എന്റെ കൈയും കാലും വിറച്ചു. ഞാന് പത്മോസിന്റെ ദ്വീപില് യോഹന്നാൻ കർത്താവിനെ കണ്ടപ്പോൾ മുട്ടുകുത്തി താഴോട്ട് കുനിഞ്ഞിരുന്നത് പോലെ, എനിക്ക് ബൈബിളൊന്നും അങ്ങനെ അറിയത്തില്ല. ഞാനിങ്ങനെ വായിച്ചു, ഈ പുതിയ നിയമമൊക്കെ ഇച്ചിരി അങ്ങ് വായിച്ചെന്നല്ലാതെ ഇതൊന്നും മനസ്സിലാവുന്ന ഒരു അവസ്ഥയൊന്നും അല്ല. ഒക്കെ വിമർശിക്കാൻ വേണ്ടി വായിച്ചതാണ്. പക്ഷെ ഞാൻ അവിടെ തകർന്നു വീണ് അവിടെ ഇരുന്നു. ഞാൻ പേടിച്ചു, എന്റെ കൈ കാലൊക്കെ പരയ്ക്കാൻ. അത്രയും ധൈര്യമുള്ള ഒരാള്, ഏത് ഇരുട്ടിനെയും തരണം ചെയ്യുന്ന ഒരാള്, ഏത് മനുഷ്യനെയും ഒറ്റ കൈ കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കൈയും കാലും വിറച്ചിട്ട് എനിക്ക് വയ്യ, ഞാൻ പേടിച്ചവിടെ നിൽക്കണം. ഒരു 5 മിനിറ്റ് എന്നോട് സംസാരിച്ചു ശബ്ദം. വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, ഞാന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ്. ആരാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവമാണ്. ഞാൻ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാം. അത് എന്തിനാണെന്ന് വെച്ചാൽ നീ എന്നെ പൂർണ്ണമായി വിശ്വസിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഇത്രേ ഉള്ളൂ. ഒരാഴ്ചക്കുള്ളിൽ ഡെയിലി സംഭവിക്കുന്ന ഡെയിലി റൂട്ട് പോലെ ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു. 6 കൂട്ടം കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഈ 6 കാര്യങ്ങൾ 6 ദിവസത്തിനുള്ളിൽ സംഭവിക്കും. അത് കഴിയുമ്പം നീ മനസ്സിലാക്കിക്കോ, ഈ സംസാരിച്ചത് യഥാർത്ഥ സത്യദൈവമാണെന്ന് നിനക്ക് വിശ്വാസം വരാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നതെന്ന് പറഞ്ഞ ശബ്ദം നിലച്ചു. ഞാൻ വീടിനകത്ത് കയറി പേടിച്ച് വരച്ച് അവിടെ ഇരുന്നു. നേരം വെളുപ്പിച്ചു. 1-ാം ദിവസം അതുപോലെ ആ സംഭവം നടന്നു. സോ എന്താണോ പറഞ്ഞത് വെളിപ്പെടുത്താൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ്, സാക്ഷ്യത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ടാണ് പറഞ്ഞത്. എന്നാലും ഞാൻ ഒരു കാര്യം വെളിപ്പെടുത്തും. ദൈവം പറഞ്ഞ ഒരു കാര്യം 4-ാം ദിവസത്തിൽ ഒരു കാര്യം പറഞ്ഞു. നിന്റെ എതിരെയുള്ള ഒരു കേസ്, പ്രധാനപ്പെട്ട ഒരു കേസ് നിന്റെ നേരെ എഴുന്നേറ്റ് വരും. ആ കേസ് ആ 4-ാം ദിവസത്തിൽ എന്റെ നേരെ വിരൽ ചൂണ്ടി. എറണാകുളം ജുഡീഷ്യൽ കോടതിയിൽ ജാമ്യമില്ലാത്തൊരു കേസായിരുന്നു. എനിക്ക് വാറണ്ട് ഒപ്പിച്ചു, എന്നെ പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞു. അങ്ങനെ
ആ ജുഡീഷ്യൽ കോടതിയിൽ നിന്നുള്ള ആ ഒരു കേസ് എന്റെ നേരെ സമ്മർദ്ദം. ഇങ്ങനെ ആ കടത്തിന്റെ ആളുകൾ എന്നെ തേടി വരുന്നു. അങ്ങനെ അവരെന്നെ തേടി വന്നു. ഇങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ അത് റോങ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നതല്ല. ഏത് ക്രമത്തിലാണോ പറഞ്ഞത് ആ ക്രമത്തിൽ തന്നെ ആ ദിവസത്തിൽ തന്നെ ആ സംഭവം അതുപോലെ നടന്നു. ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ തകർന്നു പോയി ശരിക്കും. പിന്നീട് ഞാൻ തീരുമാനത്തിൽ ഉറയ്ക്കുകയാണ്. എന്ന് വെച്ചാൽ ആത്മഹത്യ എന്ന് പറയുന്ന തീരുമാനത്തിൽ ഞാൻ ഉറയ്ക്കുകയാണ്. കാരണം ഈ 6 സംഭവങ്ങൾ കഴിയുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിലെ വല്ലാത്തൊരു തകർച്ചയിലേക്ക് ഞാൻ എത്തി. അത് മാത്രമല്ല, ഒരു 6 പേരെ കൊല്ലാനുള്ള ലിസ്റ്റ് തയ്യാറാക്കി. എന്റെ ഈ പ്രശ്നത്തുമായി ബന്ധപ്പെട്ട് എന്നെ ക്രോസ് ചെയ്തു പോയ ഒരു 6 പേരെ കൊല്ലാനുള്ള ലിസ്റ്റ് തയ്യാറാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചു. എന്നിട്ട് ഇവരെ കൊന്നിട്ട് വേണം ആത്മഹത്യ ചെയ്യാൻ എന്ന് ഒരു തീരുമാനമെടുത്ത് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ എന്തോ ബുദ്ധിക്ക് ഞാൻ വിചാരിച്ചു, വേണ്ട, നമ്മൾ ഏതായാലും മരിക്കാൻ പോവല്ലേ, അവരെന്തെങ്കിലും കാണിച്ച് ജീവിച്ചോട്ടെ, എന്തായാലും നമ്മളെ ഉപദ്രവിച്ചു, അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ച് മരിക്കാൻ തന്നെ തീരുമാനമെടുത്തു. 2019 ജൂൺ മാസം 13-ാം തീയതി ഒരു കുപ്പി വിഷവുമായിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നു. അങ്ങനെ രാത്രി ആയപ്പോൾ കുഞ്ഞുങ്ങളെയൊക്കെ ഉറക്കി കിടത്തി. ആദ്യം കുഞ്ഞുങ്ങളെ കൂടി കൊന്ന് കുഞ്ഞുങ്ങൾക്കും വിഷം കൊടുത്ത് കുടുംബത്തോടെ മരിക്കണമായിരുന്നു. കാരണം ഈ പാവകങ്കലുമായ ലോകം അറിയാം, പെങ്കൊച്ചാണ് വളർന്നു വരുന്നത്, ഇവളെങ്ങനെ ജീവിക്കും, ആരുടെ കൂടെ ജീവിക്കും, ഇവളുടെ അവസ്ഥ ഉണ്ടാവും എന്നുള്ള ചിന്തകളെല്ലാം ഞങ്ങൾ ഭരിച്ചു. അപ്പൊ ഞാൻ അവരെയും കൂടി വിഷം കൊടുത്ത് കുടുംബമായിട്ട് ഞങ്ങൾ മരിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷെ അത് ചെയ്തില്ല. അവസാനം തീരുമാനം എടുത്തു, അവരെങ്ങനെങ്കിലും പോയി ജീവിച്ചോട്ടെ, ആരുടെങ്കിലും കൂടി ജീവിച്ചോട്ടെ, എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നമ്മൾ അവരെ നമ്മുടെ കൈ കൊണ്ട് കൊല്ലണ്ട, ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും മരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്തിമമായിട്ട്. അങ്ങനെ വൈകുന്നേരമാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ വൈകുന്നേരമായി, കുഞ്ഞുങ്ങളെ ഉറക്കി കിടത്തി. അവസാനമായിട്ട് ഞങ്ങളെ കുഞ്ഞുങ്ങളുടെ ഒരു പുറത്തൊരു മുറിയിലാണ് അവർ കിടക്കുന്നത്. അവിടെ ചെന്ന് അവർക്ക് സ്നേഹ ചുംബനങ്ങളൊക്കെ നൽകി. വലിയ പ്രായമൊന്നുമില്ല ആ സമയത്ത്. ഇപ്പോഴാണ് കൊച്ച് 5-ാം ക്ലാസ്സിൽ എത്തിയത്, 6-ാം ക്ലാസ്സിൽ എത്തിയത്. അന്ന് എന്റെ ഓർമ്മ ശരിയാണ്, 1-ലോ 2-ലോ അവിടെ പഠിക്കുന്ന സമയം. കുഞ്ഞു കൊച്ചാണ്. ഞങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകാനൊന്നും മനസ്സ് വരുന്നില്ല. പക്ഷെ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നില്ല. അങ്ങനെ അവസാനം അവർക്ക് സ്നേഹ ചുംബനങ്ങളൊക്കെ നൽകി വിട്ടുപിരിയാൻ മനസ്സില്ലാതെ ഞങ്ങളെ മുറിക്കകത്ത് ഇറങ്ങി അകത്തത് മുറിയിൽ കയറി. ഞാനും എന്റെ ഭാര്യയും അങ്ങനെ ഇരിക്കുകയാണ്. ഒരു 9 മണി സമയത്തോടു കൂടി ഞങ്ങൾ ഇച്ചിരി കഞ്ഞിവെള്ളമൊക്കെ എടുത്തു വെച്ച് അതിനകത്ത് വിഷമൊഴിച്ച് മരിക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് എന്റെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു. എന്റെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ് ഇനി സംഭവിക്കാൻ. ആ നോട്ടിഫിക്കേഷൻ എടുത്ത് ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു കർത്താവിന്റെ ദാസൻ, അന്ന് ഒരു ബ്രദറായിരുന്നു, ഇന്ന് നല്ല ശുശ്രൂഷകനായിട്ട് അദ്ദേഹം നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു ലൈവ് പ്രോഗ്രാമിൽ ഒരു മെസ്സേജാണ്. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ഇതുപോലെ ഒരു ലൈവ് പ്രോഗ്രാമിലെ ഒരു മെസ്സേജാണ്. ആ മെസ്സേജില് അദ്ദേഹം യെഹെസ്കേൽ പ്രവചനത്തിന് 37-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്, ഈ അസ്ഥികൾ ജീവിക്കും. എടുത്ത വാക്യം അതാണ്. ബൈബിൾ ആണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഒരു ശുശ്രൂഷകനാണെന്ന് എനിക്കറിയില്ല, ഈ ലൈവ് എനിക്ക് എങ്ങനെ വന്നു എന്ന് അറിയില്ല, എനിക്കൊരു കാര്യങ്ങളും അറിയില്ല. ഒരു നോട്ടിഫിക്കേഷൻ വന്നു, എന്റെ കൈ അതിലേക്ക് പോയി. റെഡി ആയിരിക്കുകയാണ് ഈ സംഭവം ചെയ്യാൻ. ഇതിനിടയ്ക്ക് ആരും ഒന്ന് വിളിച്ചാലും പോവില്ല. പക്ഷെ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ എടുത്ത് പറയുന്നത് തന്നെ ഈ വാക്യമാണ്, ഈ അസ്ഥികൾ ജീവിക്കുമോ. അപ്പൊ മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ജീവന്റെ ഒരു വാക്യം കേട്ടപ്പോൾ, ജീവിക്കുമോ എന്നുള്ളൊരു വാക്യം കേട്ടപ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ട് എന്നെ ആ പ്രസംഗത്തിന് മുമ്പിൽ പിടിച്ചു നിർത്തി. ഞാൻ എന്റെ ഭാര്യയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ആ മുറിക്കുള്ളിരുന്ന് ഏകദേശം 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങൾ നോക്കണം. ഒരു ലൈവ് പ്രോഗ്രാമിൽ 400-500 പേര് കാണുന്നുണ്ടാകാം. ആരെവിടെ നിന്ന് കാണുന്നു കേൾക്കുന്നു എന്ന് അവിടെ കർത്താവായിരിക്കുന്ന പ്രസംഗകന്, അതായത് കർത്താവിനല്ല ഞാൻ പറഞ്ഞ, അത് പ്രസംഗിക്കുന്ന പ്രസംഗകന് അതറിയത്തില്ല ആരാണ് ഈ കേട്ടു നിൽക്കുന്ന പ്രേക്ഷകരാരാണ്, കാണുന്നയാളാണ്. പക്ഷെ ആ 20 മിനിറ്റത്തെ പ്രസംഗം അത് എനിക്ക് വേണ്ടി മാത്രം ദൈവം അയച്ചതാണ്. സ്തോത്രം. അതിന് മറ്റൊന്നുമല്ല പറഞ്ഞത്. ഞാൻ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ യേശുവിനെ ഇത്രയും ശത്രുവായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യേശുവിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. എന്റെ ജീവിതം മുഴുവനും, എന്റെ ജീവിതം എന്താണോ, ഞാൻ എന്തായിരുന്നുവോ, എന്റെ സ്വഭാവം എന്തായിരുന്നുവോ, നമുക്കറിയാം ഹൃദയങ്ങളെ ആരാഞ്ഞു നോക്കുന്ന, ഉൾപ്പുകളെ ആരാഞ്ഞു നോക്കുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്ന ആ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ദൈവദാസൻ പറഞ്ഞു, നീ ഇന്നതാണ്, നീ ഇന്നതൊക്കെ ആയിരുന്നു, നീ ഇപ്പോൾ നിൽക്കുന്ന സ്റ്റേജ് മരണത്തിന്റെ വക്കിലാണ്. എന്നിട്ട് വിരലിങ്ങനെ ചൂണ്ടുക എന്റെ നേരെ, എന്നിട്ട് പറയാണ്, നീ മരിക്കാനിരിക്കുകയല്ല,
നീയും നിന്റെ ഭാര്യയും മരിക്കാനിരിക്കുകയല്ലേ, ഇങ്ങനെ ചോദിക്കും, നീയും നിന്റെ ഭാര്യയും മരിക്കാനിരിക്കുകയല്ലേ? പക്ഷെ നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു. ഇങ്ങനെ പറയുന്നത്, നിന്നോട് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു. എനിക്ക് അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചത്തെ ഓർമ്മകൾ വരുന്നത്. എന്നിട്ട് അവിടെ ഞാൻ ഉറച്ചു നിന്നു. അന്നേരം എന്നോട് പറഞ്ഞു, ആ ദൈവം മറ്റാരുമല്ല, കത്തിജ്വലിക്കുന്ന കാലത്തിന്റെ കതിരവനാകുന്ന സർവശക്തനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ മുറിക്കുള്ളിൽ പൊട്ടിക്കരയും. മരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഞങ്ങൾ രണ്ടുപേരും ആ റൂമിന്റെ ഉള്ളിൽ പൊട്ടിക്കരയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ പാപനിമിത്തമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയെല്ലാം സംഭവങ്ങൾ നിങ്ങളിൽ ഉണ്ടായത്. പക്ഷേ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ്. നിങ്ങളെ മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം നിങ്ങളെ ജീവിപ്പിക്കും, മാത്രമല്ല ദൈവം നിങ്ങളെ ശക്തമായിട്ട് ഉപയോഗിക്കും എന്ന് ദൈവദാസൻ. ഞങ്ങൾക്ക് അന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള ഒരാളാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് മനസ്സിലായി. ഹല്ലേലൂയ. അങ്ങനെ ആ മുറിക്കുള്ളിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും കാൽവരി ക്രൂശിലേക്ക് വന്നു. ഞങ്ങൾക്ക് ആ രക്ഷാവാചകമൊന്നും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. ഞങ്ങളുടെ ആരും സുവിശേഷം പറഞ്ഞെന്ന് ചോദിച്ചാൽ, സുവിശേഷം നേരിട്ട് ഒത്തിരി പറഞ്ഞ സമയത്ത് നമ്മൾ ആരും ഞങ്ങൾ അനുസരിച്ചില്ല, പുറം കാലം കൊണ്ട് തട്ടിക്കളഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, എന്നെ മരണത്തിന്റെ വക്കോളം കൊണ്ടുവന്ന് നിർത്തിയിട്ട് എനിക്ക് സുവിശേഷം ഈ മെസ്സേജിലൂടെ, മൊബൈലിലൂടെ എനിക്ക് അറിയിച്ചു. സ്തോത്രം. അങ്ങനെ ഞാൻ യേശുവിൽ വിശ്വസിച്ചു. ആ മുറിക്കുള്ളിൽ വെച്ച് യേശുവിനെ ഞാനും എന്റെ ഭാര്യയും സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഞങ്ങൾ ആ സ്വീകരിച്ച നിമിഷത്തിൽ തന്നെ നിങ്ങൾ ആലോചിക്കണം, ഇന്നും ദൈവത്തിന്റെ പ്രവർത്തികൾ മരിച്ചിട്ടില്ല കേട്ടോ. ബൈബിൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്നും നടക്കും. അന്ന് മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് മുദ്രയിട്ടതുപോലെ ഞങ്ങൾ ആ മുറിക്കുള്ളിൽ വെച്ച് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ മുദ്രയിട്ടതിന് അടയാളമായിട്ട് ഞങ്ങൾക്ക് അന്യഭാഷയിൽ ഞങ്ങൾ നാമിക്കുന്നു. ഞാൻ ഇന്ന് വരെ അന്യഭാഷ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അന്യഭാഷ അടയാളത്തോടുകൂടി കർത്താവിനെ ആ മുറിക്കുള്ളിൽ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ശക്തമായി ഞങ്ങൾ 2-3 മണിക്കൂറോളം ദൈവത്തോട് ആരാധിച്ചു. എന്തെന്നറിയാത്ത ആനന്ദം. അടഞ്ഞുപോയ എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുമ്പോൾ വളരെ വിശാലമുള്ള, വളരെ വെളിച്ചമുള്ള ഒരൊറ്റ വാതിൽ തുറന്നു കിടക്കുക യേശു ക്രിസ്തു. എനിക്കറിയത്തില്ല. പിറ്റേ ദിവസം പ്രഭാതം ഒരു പുത്തൻ പുലരിയായിരുന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടു. ഞങ്ങൾ മരിച്ചവരായിരുന്നു. പക്ഷെ ഞങ്ങൾ അന്ന് ഒരു തീരുമാനം എടുത്തു, കർത്താവേ, ഞങ്ങൾ മരിച്ചവരാണ്. ഞങ്ങൾ മരിച്ചു, നിലവിൽ ഞങ്ങൾ മരിച്ചു, ഞങ്ങൾ ശാപമായി. പക്ഷെ ഇനി ജീവിക്കുന്നെങ്കിൽ എനിക്ക് ജീവനെ തിരിച്ചു തന്ന, പോയ ജീവനെ തിരിച്ചു തന്ന എന്റെ കർത്താവിന് വേണ്ടി ഞാൻ നിൽക്കും. ഇന്നുവരെ ഞാൻ ഈ ജീവിതത്തിൽ ഉപയോഗിച്ച എല്ലാ ദുശ്ശീലങ്ങളെയും വിട്ടുമാറി. നോക്കണം എന്തെല്ലാം കാര്യങ്ങളാണ്. സിഗരറ്റ്, മദ്യപാനം, ദുശ്ശീലങ്ങള്, കൂട്ടുകെട്ടുകള്, പാർട്ടി പ്രവർത്തനം. ഇന്നും ഞാൻ വിശ്വാസ കോളത്തിൽ വന്നതിന് ശേഷം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഇതൊക്കെ കൊണ്ടു നടക്കുന്നവരുണ്ട് ഇതിന്റെ ഇടയിൽ. മാമോനെയും ദൈവത്തെ ഒരുപോലെ സേവിക്കുന്നവരുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ദൈവം ഇതെല്ലാം ഒറ്റയടിക്ക് വിടാനുള്ള കൃപ. ഇതിന്റെ കഴിവൊന്നുമല്ല കേട്ടോ. നമുക്ക് ഒരിക്കലും നമ്മുടെ കഴിവാണെന്ന് ഒരു കാര്യത്തിൽ നമുക്ക് പ്രശംസിക്കാൻ പറ്റത്തില്ല. ഇത് ഒറ്റയടിക്ക് ഇതെല്ലാം വിടാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് അന്ന് രാത്രി തന്നു. അതിനുശേഷം ഈ ഭാഗത്തേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എന്റെ ഹൃദയത്തിൽ ഫുൾ എന്റെ കർത്താവായ യേശുവാണ്. സ്തോത്രം. അങ്ങനെ ശക്തമായിട്ട് തീരുമാനമെടുത്തു, ഇനി ജീവിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി, അത് മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി തന്നെ. അങ്ങനെ തീരുമാനമെടുത്തു. അന്ന് മുതല് ശുശ്രൂഷയിൽ നിൽക്കണം എന്നുള്ള അതിയായ ആഗ്രഹം എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെ കർത്താവിനെ സമർപ്പിച്ചു. അങ്ങനെ ഒരു 3 മാസം ഭവനത്തിലിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ദൈവം അതിന്റെ ഇടയിൽ ചെയ്തു. മാനസികമായിട്ട് തന്നെ ഒത്തിരി വളർത്തിക്കൊണ്ടുവന്നു. അതിന് തക്കതായിട്ട് ദൈവദാസൻ അവിടെ തൊട്ടടുത്ത് തന്നെ ഒരുക്കി വെച്ചു ദൈവം. അദ്ദേഹത്തിന്റെ പേര് ജ്ഞാനദാസ് പാസ്റ്റർ എന്നാണ്. സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്നെ ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറയുകയും പ്രവർത്തിക്കുകയും എന്നെ കൊണ്ടു നടക്കുകയും എന്നോട് വചനം പറഞ്ഞു തരികയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു 3 മാസം, 2-2.5 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് സ്നാനം അനിവാര്യമാണ്. അങ്ങനെ ജൂൺ മാസത്തില്, അത് കഴിഞ്ഞ് ഓഗസ്റ്റ് മാസത്തില് ഓഗസ്റ്റ് 10-ാം തീയതി ഞാൻ സ്നാനപ്പെടുക. സ്തോത്രം. സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ്, പ്രതികൂലങ്ങൾക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് ജയിക്കാനുള്ള കൃപ ദൈവം തന്നു എന്നുള്ളത്. പ്രതികൂലം എന്ന് വെച്ചാൽ നിസ്സാരപ്പെട്ട പ്രതികൂലങ്ങളല്ല. അന്നേരം ഞാൻ മതമാറ്റം നടത്തി എന്നുള്ളൊരു പ്രശ്നം അവിടെ വന്നു. അപ്പം ഞാൻ പ്രവർത്തിച്ചിരുന്ന പാർട്ടിക്കാരെന്നെ ഒന്നും ചെയ്യില്ല. അവർ ഞാൻ സൈലന്റ് ആയതുകൊണ്ട് എന്നെ വിട്ടു. ഞാൻ വേറെ പാർട്ടിയിലേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെന്നെ നോട്ടം വെച്ചേനെ. ഞാൻ ഒന്നിനും പോയില്ലല്ലോ. ഞാൻ സൈലന്റ് ആയിട്ട് ഞാനത് വിട്ടു പിരിഞ്ഞ് ഞാൻ പതിയെ നിന്നു. അപ്പൊ കുഴപ്പമില്ല. പക്ഷെ എതിർ പാർട്ടിക്കാർക്ക് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ എന്നോട് ശത്രുത ഉണ്ടായിരുന്നു. ആ ശത്രുത മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനൊരു അവസരമായി എടുത്തുകൊണ്ട് ഞാൻ മതമാറ്റം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊല്ലാനുള്ള എല്ലാ പ്ലാനുകളും തയ്യാറാക്കി. എന്നെ കൊല്ലും തന്നെ പറഞ്ഞു. പബ്ലിക്കായിട്ട് തന്നെ അവർ ഫേസ്ബുക്കിൽ കമന്റ് ചെയ്തു, എന്നെ കൊല്ലും പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കർത്താവിനോട് ചോദിച്ചു, ദൈവമേ, ഞാൻ എന്ത് ചെയ്യണം? കർത്താവ്, ഞാൻ എന്ത് ചെയ്യണം? അങ്ങ് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് മരിക്കാൻ റെഡിയാണ്. കാരണം ഞാൻ ഓൾറെഡി മരിച്ചവനാണ്.
എനിക്കിനി എപ്പോഴും മരിക്കാം, ഓൾറെഡി മരിച്ചു, ഞാൻ ഇനി ജീവിക്കും കർത്താവിൽ, മരിച്ചാലും ജീവിക്കുന്നത് ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല കർത്താവിന്. ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നീ ഇവിടെ നിന്ന് പൊക്കോണം, പോകാനുള്ള ദേശം എന്നൊക്കെ ഞാൻ കാണിച്ചിരുന്നു. സ്തോത്രം. അങ്ങനെ സ്നാനപ്പെടാൻ കൊണ്ടുപോയി. സ്നാനപ്പെടാൻ ചെന്നപ്പോൾ പുഴയില് അന്ന് വരെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല മുങ്ങാനുള്ള വെള്ളമൊക്കെ ആയിരുന്നു. പക്ഷെ സ്നാനപ്പെടാൻ ചെല്ലുന്നതിന്റെ പ്രഭാതത്തിൽ പെരുവെള്ളം പാച്ചലും മഴയും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ള വെള്ളപ്പൊക്കം ഉണ്ടായി. നിങ്ങൾക്ക് പഴയ ഇത് എടുത്ത് നോക്കി, ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ 2019 ഓഗസ്റ്റ് മാസം 10-ാം തീയതി 8-ാം തീയതി മുതൽ ഉള്ള മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. 10 ആയപ്പോഴത്തേനും പ്രളയമായി. ട്രെയിനൊക്കെ റദ്ദ് ചെയ്തു 12-ാം തീയതി. ഒരിക്കലും ആരൊക്കെ ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഓർത്തു നോക്കാൻ പറ്റും. അപ്പം ആ ഡേറ്റിലാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അത്രയ്ക്കും പ്രളയമായി. ഒരു അത്ഭുതം കേൾക്കണം. ഞാൻ സ്നാനപ്പെട്ട് തിരിച്ചു വരുമ്പോൾ പിശാചൻ അവിടെ വെച്ച് മുക്കിക്കളയാൻ വേണ്ടി പോകും. ഒരു പാലം, തകർന്നിരിക്കുന്ന പാലമാണ്. അതിന് മുകളിൽ കൂടെ ടാറിങ് മാത്രമേ, ഒരു പാളി മാത്രമേ ഉള്ളൂ. പക്ഷെ വാഹനത്തിൽ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മുടെ വാഹനം കടന്നുപോയ അടുത്ത സെക്കൻഡിൽ അത് മൊത്തം പൊളിഞ്ഞ് താഴെ വീഴുകയാണ് പാലം. ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. സ്തോത്രം. അന്ന് പിശാച് അവിടെ മുക്കിക്കളയാൻ നോക്കി, പക്ഷെ കർത്താവ് അനുവദിച്ചില്ല. ദൈവം ആ ടാറിങ്ങിന്റെ മുകളിൽ കൂടെ ഒരു മനുഷ്യൻ, ഒരു ചെറിയൊരു മൃഗം പോയാൽ പോലും അത് ഒടിഞ്ഞു വീഴും. പക്ഷെ ഞങ്ങളുടെ ഇത്രയും ഭാരമുള്ള 5 പേര് ഈ വാഹനവും കടന്നു പോയിട്ടും അതവിടെ നിന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അത് കഴിഞ്ഞ് 2-3 ദിവസം അവിടെ നിന്നു. അത് കഴിഞ്ഞ് ദൈവത്തോട് ചോദിച്ചു എങ്ങോട്ടാ കയറേണ്ട, പെരുമ്പാവൂരേക്ക് പോകാൻ പറഞ്ഞു. അങ്ങനെ നേരെ ആലുവ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ആരും അറിയില്ല, ഒരു സുഹൃത്തിനെ വിളിച്ചു. അവൻ പറഞ്ഞു പെരുമ്പാവൂരിലാണ് ഞാൻ താമസിക്കുന്നത്, നിങ്ങൾ വാന്ന് പറഞ്ഞു. അങ്ങനെ പെരുമ്പാവൂർ ഭാഗത്തേക്ക് വന്നു. പെരുമ്പാവൂർ ഭാഗത്ത് വന്നിട്ട് അദ്ദേഹം മുഖാന്തരം ഒരു കൊച്ചു ഭവനം, ആ ഭവനത്തിനുള്ളിൽ പാ വിരിച്ചു കഴിഞ്ഞാൽ അടിയിൽ വെള്ളം വരും. ഹിന്ദിക്കാർ താമസിക്കുന്ന ഒരു വീടാണ്. അവിടെ ചെന്ന് ഞങ്ങൾ പാർത്തു. ഒരു 1.5 മാസത്തോളം പാർത്തു. പാർക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് ബെൽറ്റ് കെട്ടിയിട്ടാണ് ഞാൻ നടക്കുന്നത്. കാരണം എനിക്ക് വയ്യ, എനിക്ക് നട്ടുവിന് പ്രശ്നമുള്ളത് കൊണ്ട് ബെൽറ്റ് കെട്ടിയിട്ട് ഞാൻ നടക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു തൊഴിൽ വേണമല്ലോ. അപ്പം ഞാന് ഈ സ്വിഗ്ഗി എന്ന് പറയുന്ന ഈ ഓൺലൈൻ ഫുഡ് സർവീസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിനകത്ത് ഒരു പഴയ ബൈക്ക് ചെന്നിട്ട് ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം പറക്കി കൊടുത്ത്, ഒന്നുമില്ല കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം പറക്കി കൊടുത്ത് കയ്യും കാലൊക്കെ പിടിച്ച് ഇച്ചിരി പൈസ കുറച്ചൊക്കെ മേടിച്ച് ഒരു ബൈക്ക് മേടിച്ചു. എന്നിട്ട് ഈ സ്വിഗ്ഗിയിൽ ഓടാൻ വേണ്ടി തുടങ്ങിയ കാര്യം, അരക്ക് ബെൽറ്റ് ഒക്കെ കെട്ടിയിട്ടാണ് ഞാൻ ഓടുന്നത്. രാത്രി സമയങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ഓടുമ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് കരയും. ദൈവം എന്റെ ബുദ്ധിമുട്ടുകൾ ആലോചിച്ചിട്ടല്ല ഞാൻ കരയുന്നത്, എന്നെ വിടുവിച്ച് തോർത്തിട്ടാണ്. എനിക്ക് എപ്പോഴും അതാ സന്തോഷം. എന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് എനിക്ക് സങ്കടമേ ഇല്ല ഇപ്പോഴും. കാരണം എന്നെ രക്ഷിച്ചത് എന്റെ ദൈവമാണ്. ഹല്ലേലൂയ. അതിലും വലിയ സംഭവമൊന്നും എനിക്ക് ഓർത്ത് കരയാനില്ല ഈ ജീവിതത്തിൽ. അപ്പൊ എപ്പോഴും ഞാൻ ഓർക്കുന്നത് എന്നെ രക്ഷിച്ചെടുത്ത ആ പർട്ടിക്കുലർ ടൈമാണ്. ഞാൻ മരിച്ചവൻ, എന്റെ ഭാര്യ മരിച്ചു, ഇനി ഞങ്ങളുടെ കുട്ടികൾക്ക് മാതാപിതാക്കളായിട്ട് ഞങ്ങൾ ജീവനോട് ഇവിടെ ഇരിക്കുന്നു. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് ഞങ്ങൾ കണ്ണിന് കാണുന്ന രീതിയിൽ ഞങ്ങൾ ഇരിക്കുന്നു. അല്ലെങ്കിൽ 5 വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് മാതാപിതാക്കൾ കടഭാരം മൂലം ആത്മഹത്യ ചെയ്തു എന്ന് പത്രത്തിൽ വരേണ്ടവരാണ് ഞങ്ങൾ. പക്ഷെ അവിടെ നിന്ന് ഞങ്ങൾ ദൈവം വിടിവിച്ചെടുത്തെങ്കിൽ അത് വലിയ സന്തോഷമുള്ള കാര്യം. ഇത് ആലോചിച്ച് ഞാൻ കരയും. പക്ഷെ ഇത് കരച്ചിൽ ദൈവം എപ്പോഴും കേൾക്കുന്നുണ്ട്. നമ്മുടെ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി വെക്കും നമ്മൾ പ്രായം. നമ്മുടെ കരച്ചിൽ എപ്പോഴും ദൈവം കേൾക്കുന്നുണ്ട്. എനിക്ക് കഴിക്കാൻ വീട്ടിൽ ആഹാരമൊന്നുമില്ല. അപ്പൊ ഫുഡ് സപ്ലൈ ചെയ്യാനാണ് നമ്മൾ പോകുന്നത്, പക്ഷെ നമുക്ക് കഴിക്കാൻ ഫുഡില്ല. സ്തോത്രം. ദൈവം ചില പരീക്ഷകളിലൂടെ നമ്മൾ നടത്തും. കാരണം ഞാൻ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കർത്താവായ യേശുക്രിസ്തു പോലും സ്നാനപ്പെട്ട് 40 ദിവസം പരീക്ഷിക്കപ്പെട്ടു. 40 ദിവസം മരുഭൂമിയിൽ പരീക്ഷ. അപ്പം ഈ സ്നാനപ്പെട്ട് നമ്മൾ കഴിയുമ്പോൾ, എന്നെ പലരും കേൾക്കുന്നുണ്ടാവാം, നിങ്ങൾ ചിന്തിക്കണം, സ്നാനപ്പെടുന്നത് വരെ ഇല്ലാത്ത പോരാട്ടം സ്നാനപ്പെട്ട് കർത്താവിനോട് കൂടി ചേർന്ന് കഴിയുമ്പോൾ, മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനോട് കൂടി ചേർന്ന് കഴിയുമ്പോൾ അതിലും കൂടുതൽ നമുക്ക് പോരാട്ടം വരും. അത് പരീക്ഷകൻ കൊണ്ടുവരുന്നതാണ്. അതിനെ നമ്മൾ മറികടന്നേ പറ്റുള്ളൂ. അതിന് മറികടക്കാൻ ക്രിസ്തുവിനെ പറ്റി ചേർന്ന് നടക്കാം. ഞാൻ വിട്ടില്ല, ഞാൻ മുറുക്കെ പിടിച്ചു ക്രിസ്തുവിനെ. അത് എന്നെ പിടിച്ചെന്ന് വേണം പറയാൻ, ഞാൻ പിടിച്ചു എന്നല്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ പിടിച്ചെന്ന് വേണം പറയാൻ. പക്ഷെ നമ്മുടെ ഭാഷയിൽ നമ്മൾ അങ്ങനെ പറയുന്നത് അത്രേ ഉള്ളൂ. ഞാൻ പറ്റി ചേർന്ന് നടന്നു. അപ്പൊ ആഹാരമില്ല. എനിക്ക് നല്ല വിശപ്പായി തുടങ്ങി. രാവിലെ മുതൽ ഞാനൊരു വൈകുന്നേരം 3 മണി വരെ ആഹാരം ഇല്ലാതെ ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കും. അപ്പൊ എന്തെങ്കിലും ഇതിനകത്ത് കിട്ടിയിട്ട് വേണം വൈകിട്ട് എന്തെങ്കിലും മേടിച്ചോണ്ട് ഭാര്യയ്ക്ക് പോകാൻ വേണ്ടി എന്ന്. അവള് കൊണ്ട് എന്റെ കൂടെ. കുഞ്ഞുങ്ങളെ ഞങ്ങൾ കാസർഗോഡ് തന്നെ ആക്കി. അതുകൊണ്ട് അവര് ഇവിടെ വന്ന് അത്ര ബുദ്ധിമുട്ട് അങ്ങോട്ട് അനുഭവിക്കേണ്ടി വന്നില്ല. അങ്ങനെ പോകുമ്പോള് എന്റെ കയ്യിൽ ബിരിയാണിയും പൊറോട്ടയൊക്കെ വന്നപ്പോൾ മാനുഷിക രീതിയിൽ ഇതിന്റെ മണമൊക്കെ അടിക്കുമ്പോൾ നമുക്ക് വിശന്നിരിക്കുന്ന ഒരു മനുഷ്യനല്ലേ. പക്ഷെ ഇത് എടുത്ത് കഴിക്കാൻ തോന്നത്തില്ല. കാരണം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ്, നമുക്ക് മോഷ്ടിച്ച് കഴിക്കാൻ നമുക്ക് തോന്നത്തില്ല. നമ്മൾ ഇത് മടക്കി വെച്ച് കസ്റ്റമർ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് കയ്യിൽ കിട്ടി കസ്റ്റമർ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകുന്ന വഴിക്ക് ഈ സാധനങ്ങളെല്ലാം അദ്ദേഹം ക്യാൻസൽ ചെയ്തു.
അപ്പൊ ഞാൻ വേഗം കടയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. കടക്കാരൻ പറഞ്ഞു ഇത് ഓൾറെഡി കൊടുത്തതായതുകൊണ്ട് ഇതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്റെ കയ്യിൽ ഇത് ഇരിക്കുക. അപ്പൊ ഞാനിത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ കസ്റ്റമർ കെയറിനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാതെ നിങ്ങൾ കഴിച്ചോളാം സ്തോത്രം. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല നമ്മുടെ കാര്യത്തിൽ. മറ്റുള്ളവരുടെ കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ എന്റെ കാര്യത്തിൽ ഇത് സ്വാഭാവിക സംഭവമല്ല. സ്തോത്രം. അങ്ങനെ ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ ഞാൻ വേഗം സ്വിഗ്ഗി ആപ്പൊക്കെ ഓഫ് ചെയ്ത് വീട്ടിലേക്ക് ഈ ഭക്ഷണമായിട്ട് പോയി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദൈവദാസൻ ആ വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് പുള്ളി ഒത്തിരി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിൽക്കരുത്, നിങ്ങൾ ഞങ്ങളോട് വാന്ന് പറഞ്ഞു. അങ്ങനെ കീഴിലം എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാവരും അറിയുന്ന ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, പെരിയൽ ബൈബിൾ സെമിനാരി. ആ ബൈബിൾ സെമിനാരിയുടെ തൊട്ടടുത്ത് ഒരു വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങളെ അവിടെ കൊണ്ടുവച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പതിയെ ജീവിതം തുടങ്ങി. ഞങ്ങൾ വഴിയോരത്ത് നാരങ്ങ വെള്ളം കച്ചവടം ചെയ്താണ് ഞങ്ങൾ അവിടെ നിന്ന് തുടങ്ങി. എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം എന്റെ നടുവിന് പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ. അങ്ങനെ ഈ ബെൽറ്റ് കെട്ടി ഞാൻ അവിടെ ചെന്ന് കുറച്ചു നേരം നിൽക്കും, കുറച്ചു നേരം ഇരിക്കും. പിന്നെ ഇവളായിരിക്കും അത് ചെയ്യുന്നത്. നോക്കണം, നല്ല രീതിയിൽ ജീവിച്ചിരുന്നിട്ട് നമ്മൾ ഈ രീതിയിലേക്ക് നമ്മളെ ദൈവം നടത്തുകയാണ്. അതെന്തിനാന്ന് വെച്ചാൽ ദൈവത്തിന്റെ മഹത്വം മനസ്സിലാകാൻ വേണ്ടിയാ. അങ്ങനെ ഞങ്ങളെ ആ രീതിയിലേക്ക് അവിടെ നിന്ന് ഒരു കാര്യം എന്റെ മനസ്സിൽ വരുന്നതുകൊണ്ട് ഞാൻ പറയുവാണ്, നമ്മൾ പലരും കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടും, ഇത് കിട്ടും, വീട് കിട്ടും, കാറ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പം ഒത്തിരി ഈ നന്മകൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല കിട്ടും. കർത്താവ് യഥാർത്ഥത്തിൽ നമുക്ക് തരുന്നത് പാപമോചനമാണ്. ഹല്ലേലൂയ. അതിനെ പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ എന്ത് പ്രതികൂലം വന്നാലും നമ്മൾ കർത്താവിനെ വിട്ടു പോകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിടിവള്ളിയായത്. ഞങ്ങള് വിശ്വസിച്ചത് എന്താണെന്നറിയാമോ? ഞങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിച്ചു, ഞങ്ങളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു, നിത്യ നരകത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു. ഇതൊക്കെ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾക്ക് ഒരു കാര്യം ആദ്യം മനസ്സിലായത്, ഞങ്ങളെ മരണത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. അത് ഞങ്ങൾക്ക് ഭയങ്കര പിടിവള്ളിയായിരുന്നു. ഹല്ലേലൂയ. ആ പിടിവള്ളിയിൽ നിന്നതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന ഈ പ്രതികൂലങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമേ അല്ലായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ കടന്ന് ഞങ്ങൾ ഇങ്ങനെ നാരങ്ങ വെള്ള കച്ചവടം ചെയ്യുക വഴിയോരത്ത്. 10 രൂപയ്ക്ക് നാരങ്ങ വെള്ള കച്ചവടം MC റോഡിലാണ്, കീഴിലത്ത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും കിട്ടുന്ന പൈസ 10 രൂപയിൽ 5 രൂപ തന്നെ എടുത്ത് മാറ്റി വെക്കും. വേറെ ഒരു ചെലവും ഞങ്ങൾ ചെയ്യാറില്ല. കടബാധ്യത ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്, കടക്കാരൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് മെന്റലി ടോർച്ചർ ഇല്ല. കാരണം അതെല്ലാം ദൈവം ഏറ്റെടുത്തു കേട്ടോ. നമ്മൾ പൂർണ്ണമായിട്ടും ദൈവം ദത്തെടുത്തു, നമ്മൾ ഏറ്റെടുത്തു, നമ്മളെ മക്കളായിട്ട് ഏറ്റെടുത്തു. സ്തോത്രം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ എടുത്തു മാറ്റി വെക്കുന്ന പൈസയ്ക്ക് അന്ന് 8000 രൂപയാ സ്പീക്കറിന് വില. സ്പീക്കർ ഈ പരസ്യോഗം ചെയ്യണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് നാരങ്ങളുള്ള കച്ചവടം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഈ ഭക്ഷണം കഴിക്കാനുള്ള പൈസ അതിനകത്ത് എടുത്തിട്ട് ബാക്കി മുഴുവൻ മാറ്റി വെച്ചിട്ട് 8000 രൂപയ്ക്ക് കടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ 15000 രൂപ. അങ്ങനെ ഓൺലൈനിൽ ഒരു ചൈന സ്പീക്കർ വാങ്ങിച്ച സ്പീക്കർ വന്ന പിറ്റേ ദിവസം ഞാൻ അവിടെയുള്ള തൊട്ടടുത്തുള്ള ദൈവാസനോട് പറഞ്ഞു, ദൈവാസനെ ഞാൻ പ്രസംഗിക്കാൻ പോകട്ടോ, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് തലേദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് സ്പീക്കറോട് ത്രോട്ടിലോട്ട് ഇറങ്ങി. ഹല്ലേലൂയ. പിന്നെ അവിടെ നിന്ന് ദൈവം നടത്തിയ വിധങ്ങൾ, ഏകദേശം 2000 കൂടുതൽ കവലകളിൽ ഇന്ന് കേരളത്തിൽ പ്രസംഗിച്ചു. 3 കേരള യാത്രകൾ ചെയ്യാൻ ദൈവം കൃപ ചെയ്തു. ഏകദേശം എന്റെ അറിവിൽ ഒരു 12 പേരോളം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ, മദ്യപാന്മാരായിക്കോട്ടെ, മടക്കി കൊണ്ടുവരാനും അവരോട് സുവിശേഷം പറഞ്ഞ് എതിർത്ത് നിന്നവരെ ദൈവം കീഴ്പ്പെടുത്തി നമ്മൾ മുഖാന്തരം ഇന്ന് പല ചർച്ചകളിൽ അവർ കൂടി വരിക. അങ്ങനെയൊക്കെ ദൈവം നടത്തി ഈ നാളുകളോളം. ഒരിക്കലും യോഗ്യതയല്ല കേട്ടോ. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വരുന്നതിന്, ഈ സാക്ഷ്യ ശുശ്രൂഷയ്ക്ക് വരുന്നതിന് മുമ്പ് വായിച്ചത് 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായമാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയുന്നതോടൊപ്പം പറയുന്നുണ്ട്, അത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാൻ ഉദ്ദേശിക്കുക, ഒത്തിരി യോഗ്യതയുള്ളവർ ഈ ലോകത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ വളരെ താഴെത്തട്ടിൽ കിടന്ന, ഒരു യോഗ്യതയും ഇല്ലാത്ത, ഗുണ്ടാസംഘത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന, മദ്യപാനിയായിരുന്ന, ക്രിസ്തുവിനെ എതിർത്തുകൊണ്ടിരുന്ന, ട്രാക്റ്റുകൾ കീറിക്കളഞ്ഞ, പുറംകാലം കൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം തട്ടിക്കളഞ്ഞ എന്നെ പോലെയുള്ള നികൃഷ്ടമായ മനുഷ്യൻ, ഏറ്റവും ഭാവിയായ മനുഷ്യൻ ദൈവം തിരഞ്ഞെടുത്ത് ഇത്ര ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ആ സന്തോഷം, എനിക്ക് എങ്ങനെ ആ സന്തോഷം എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ വേറെ ഒരു സന്തോഷവും വലുതല്ല കേട്ടോ അതിനപ്പുറം. ഹല്ലേലൂയ. അത്രയും ശക്തമായിട്ട് അഭിശക്തന്മാരുടെ കൂടെ വേദികൾ പങ്കുവെക്കാൻ ദൈവം ഈ നാളുകളിൽ ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അതിന്റെ ഇടയിലും തകർക്കാൻ പിശാച് ഒത്തിരി നോക്കുന്നുണ്ട്. പക്ഷെ സാത്താന്റെ കൈ ദൈവം ഏൽപ്പിച്ചു കൊടുക്കില്ല. കാരണം നമ്മൾ ഒരിക്കലും വിശ്വസ്തരല്ല, പക്ഷെ ദൈവം വിശ്വസ്തരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിച്ചവൻ വിശ്വസ്തമായിട്ട് ഇത്രയും നാളുകൾ നടന്നു. ഞാൻ ഒരു കേരള യാത്രയുമായി ബന്ധപ്പെട്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് പോയിരിക്കുകയാണ്. അന്ന് ഈ നാരങ്ങാവെള്ള കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അന്ന് വീട്ടിലെ അവസ്ഥകൾ നടക്കണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും കിട്ടണം. സുവിശേഷ വേല 3 ദിവസം ചെയ്യും, പിന്നെ അതുപോലെ തന്നെ നാരങ്ങാവെള്ള കച്ചവടം 3 ദിവസം ചെയ്യും.
എന്റെ പൈതല് അന്ന് പോകേണ്ടതായി ലോകം വിട്ട്. കാരണം MC റോഡിന്റെ സൈഡിൽ അതിവേഗത്തിൽ വന്നൊരു കാറ്. ഞാൻ അവിടെ ഇല്ല. 4-ാം ദിവസം, കേരള യാത്രയുടെ 4-ാം ദിവസം കൊല്ലത്ത് നിൽക്കുക. അപ്പം വൈകുന്നേരം ഇവള് കടയടച്ച് ആ കച്ചവടമൊക്കെ എടുത്തു വെച്ച് പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് പോകാനുള്ള ഒരു സമയം 5 മണിയാണ്. പക്ഷെ ഇവൾ എന്തോ ഒരു പ്രേരണയുണ്ടായി. ഇവള് 4 മണിക്ക് അത് എടുത്തു വെച്ച് കൊച്ചിനെ ഇപ്പുറത്ത് നിർത്തിയിട്ട് റോഡ് ക്രോസ് ചെയ്ത്, എന്റെ മൂത്ത പൈതലും എന്റെ ഭാര്യയും കൂടി റോഡ് ക്രോസ് ചെയ്ത് ഒരു ബിസ്ക്കറ്റ് എന്തോ മുട്ടായി എന്തോ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഇവൾ ഇപ്പുറം തന്നെ നിൽപ്പുണ്ട്. ഇവൾ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നു. ഒരു കാറ് 100-120 കിലോമീറ്റർ സ്പീഡിൽ വന്നിട്ട് ആ കടയിലേക്ക് ഇടിച്ചു കയറുകയാണ്. പക്ഷെ എന്റെ കുഞ്ഞ് അവിടെ നിന്നിരുന്നെങ്കിൽ എന്റെ കുഞ്ഞ് അവിടെ ഇല്ലാതായേനെ. എന്റെ കുഞ്ഞൊന്നും ഇല്ല. പക്ഷെ ദൈവം നിൽക്കാൻ അനുവദിച്ചില്ല. എന്തോ ഒരു ബുദ്ധി തോന്നി അവൾ ഓടി ഒരു മരത്തിന്റെ അപ്പുറത്തേക്ക് കടക്കുകയും ആ കാർ വന്ന് ആ മരത്തിലിടിച്ച് നിൽക്കുകയും ചെയ്തു. കാറിലുണ്ടായിരുന്ന 2 പേരും കാലൊടിഞ്ഞു. ഹല്ലേലൂയ. ദൈവം അത്ര അത്ഭുതകരമായിട്ട് ഞങ്ങൾ നടക്കും പല സാഹചര്യങ്ങളിലൂടെ. ചില സമയത്ത് വാടക കൊടുക്കാൻ ഞങ്ങൾക്ക് പൈസ ഉണ്ടാവും. അത് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ വാടകയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല. കാരണം ട്രസ്റ്റിന്റെ കീഴിലാണ് ഞങ്ങൾ താമസിക്കുന്നെങ്കിൽ അവർക്ക് വാടക കൃത്യമായിട്ട് കൊടുക്കണം. കണക്ക് കാര്യങ്ങൾ, ഓഡിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ ഇത് കൊടുക്കണം എന്ന് വിചാരിച്ച് മനസ്സിൽ ഭാരപ്പെട്ട്, അയ്യോ കൊടുക്കാൻ ഡേറ്റ് ആയല്ലോ, എന്ത് ചെയ്യും, നാളെ രാവിലെ കൊടുത്തില്ലെങ്കിൽ അവർ ചോദിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങള് അങ്ങനെ ആകെ വേദനപ്പെട്ടിരിക്കുക. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ കർത്താവിന്റെ അടുത്ത് ഒരിക്കലും കാര്യങ്ങൾ നീട്ടാറില്ല. ദൈവം എന്നെ നടത്തുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അതിലും ദൈവം എന്നോട് ഇടപെട്ടിട്ടുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഞാന് എന്റെ കയ്യിൽ ഒന്നും ഇല്ലാതായപ്പോ ഞാൻ ഒരാളെ വിളിച്ചു ചോദിച്ചു, എനിക്കൊരു ഇച്ചിരി സാമ്പത്തികം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷെ അന്ന് രാത്രി അദ്ദേഹം തന്നു കേട്ടോ. അദ്ദേഹം തന്നു കഴിഞ്ഞ് അന്ന് രാത്രിയില് സ്വപ്നത്തിൽ ദൈവം എന്നോട് ഇടപെട്ടു. എന്നെ വലിച്ച് കട്ടിലും താഴെ ഇട്ടു. ശരിക്കും വലിച്ച് തട്ടിലും താഴെ ഇട്ടിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ പോരാഞ്ഞിട്ടാണോ, നിനക്കൊരു അപ്പനുണ്ട്, നിന്റെ അപ്പൻ പോരാഞ്ഞിട്ടാണോ നീ വേറൊരാളുടെ പൈസയ്ക്ക് പോകുന്നു? എന്റെ ചോദ്യം ഉണ്ടല്ലോ എന്റെ ഹൃദയത്തിലൊക്കെ പതിച്ചു. ഹല്ലേലൂയ. പക്ഷെ അന്ന് മുതൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, ഒരു മനുഷ്യനോട് ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷെ ആ തീരുമാനം എടുത്ത നാട് മുതൽ ഹല്ലേലൂയ ഇന്ന് വരെ ഉടുക്കാൻ വസ്ത്രവും കഴിക്കാൻ ആഹാരത്തിന് മുട്ടുവരുത്തിയിട്ടില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. കീറിയ വസ്ത്രം ഇട്ടുകൊണ്ടൊക്കെ ഞാൻ ഈ ബട്ടൺസ് ഒക്കെ പൊട്ടി കീറി പോയിട്ട് ബട്ടൺസ് പിടിപ്പിച്ചാൽ ഇവിടെ നിൽക്കത്തില്ല. ഈ വിരലിട്ട് ഇതിനകത്ത് വെച്ച് ചുരുക്കി പിടിച്ച് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, വേദിയൊന്നുണ്ട്. പക്ഷെ ആ സ്ഥാനത്ത് ഒരു വൈകിട്ട് വന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് ഇത് വേണമെന്നുള്ളത് കൊണ്ടല്ല, പക്ഷെ ആരെങ്കിലും വന്നിട്ട് നിന്റെ ഈ ദൈവത്തെയാണോ ഞങ്ങൾ സേവിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും കർത്താവ് എന്ന് ചോദിച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പം ഏകദേശം ഒരു 100 ഷർട്ട് മേടിക്കാനുള്ള പൈസ എന്റെ അക്കൗണ്ടിൽ നിന്ന് കിടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നും അത് ആരൊക്കെ ഇട്ടുന്ന് എനിക്ക് അറിയത്തില്ല. ഒരാളല്ല, രണ്ടാളല്ല, ഒത്തിരി പേരിട്ടിട്ട് അങ്ങനെ ദൈവം എന്നെ നടത്തി. അങ്ങനെ അതിന്റെ ഇടയിൽ വെച്ചൊരു വാഹനം ദൈവം പരസ്യം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് മേടിച്ചു തന്നു. അതും ഒരു കുടുംബം ഞങ്ങൾക്ക് തന്നതാണ്. അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ വാഹനമായിട്ട് പല സ്ഥലങ്ങളിൽ ചെല്ലും. പിന്നെ പല ദേവദാസന്മാരുടെ കൂടെ ടീം പ്രവർത്തനങ്ങൾ, അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ കേരളത്തിലെമ്പാടും ചെയ്തു വരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ. ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം. പിറ്റേ ദിവസം വാടകയുടെ കേസ് ഞാൻ പകുതിയെ പറഞ്ഞുള്ളൂ. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു ദേവദാസൻ എന്നെ ഫോൺ വിളിക്കുകയാണ്. എന്നോട് പറഞ്ഞു, ദേവാസനെ എവിടെയുണ്ടെന്ന് ചോദിച്ചു. വെളുപ്പിന്. ഞാൻ പറഞ്ഞു, ദേവാസനെ ഞാൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി വരാം. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്ന് 4500 രൂപയാണ് വാടക കൊടുക്കുന്നത്. പുള്ളി 5000 രൂപ ചുറ്റിക്കുറ്റി എന്റെ കൈ വെച്ചിട്ട് പറഞ്ഞു, ദൈവാത്മാവ് ഇടപെട്ടു, നിങ്ങൾക്ക് ഈ പൈസ തരാൻ വേണ്ടി വേറൊരാൾ നിങ്ങൾക്ക് തന്നതാണ്, പക്ഷെ അത് ഇന്നാണ് തരാൻ പറ്റിയത്, കഴിഞ്ഞ ദിവസം എന്റെ തന്നു പറഞ്ഞു. അപ്പം വാടക വരേണ്ടത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം നമുക്ക് വേണ്ടി വേറൊരാളുടെ കൈ കരുതി വെച്ചിട്ടുണ്ടെന്ന്. സ്തോത്രം. വാടകയും കൊടുത്തു, 500 രൂപ ബാലൻസ് ഉണ്ടായിരുന്നത്, കറണ്ട് ബില്ലും അടച്ചു. സ്തോത്രം. അപ്പം അത്ര അത്ഭുതകരമായിട്ടാണ് ഈ നാളുകളിൽ ദൈവം നടത്തിയത്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഒരു അത്ഭുതം കൂടി പറഞ്ഞ് ഞാൻ സാക്ഷി അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ കഴിഞ്ഞ ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് ഒത്തിരി അത്ഭുതങ്ങൾ നടന്നു കേട്ടോ. ഞാനിതെല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ലൈവിന്റെ നീളം അങ്ങനെ അങ്ങ് പോകും. കാരണം ദൈവം ചെയ്ത അത്ഭുതങ്ങൾ ചില്ലറപ്പെട്ടതല്ല ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ ജീവിക്കുന്ന സാക്ഷികളാണ് ദൈവത്തിന്റെ പ്രവൃത്തി ഇന്നും നിലച്ചിട്ടില്ല. ഹല്ലേലൂയ. അങ്ങനെ ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു പോകാം. ഏറ്റവും അവസാനമായിട്ട് ഒരു 1.5 വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഇന്ന് ആരെയും ബെൽറ്റ് ഇല്ല കേട്ടോ, ഞാനിത് എഴുന്നേറ്റ് കാണിച്ച് എന്റെ ആരെയും ബെൽറ്റ് ഇല്ല, ബെൽറ്റിട്ടാണ് ഞാൻ നടന്നത്. എന്റെ ഇടതുകാല് സ്തംഭിച്ചു പോയിട്ട് ഞാൻ കിടക്കുക. ഒരു 1.5 മാസം കിടക്കുക. ഒത്തിരി വൈദ്യന്മാരെ ഞാൻ ഒത്തിരി നാളുകൾക്ക് മുമ്പേ കണ്ടതാണ്. പക്ഷെ ഇതൊന്നും ഫലിക്കുന്നില്ല എന്റെ ശരീരത്തിൽ. അങ്ങനെ അവസാനം ഞാൻ തീരുമാനമെടുത്തു, ഇനി ഒരു വൈദ്യന്റെ അടുത്തും പോകുന്നില്ല. ഏറ്റവും വലിയ വൈദ്യൻ എന്റെ കർത്താവാണ്. ഞാൻ കർത്താവിൽ സമർപ്പിക്കുകയാണ്. കർത്താവിലോട്ട് അങ്ങോട്ട് സമർപ്പിക്കുക. ഞാൻ അങ്ങോട്ട് വെക്കുക, വിഷയം മേശപ്പുറത്ത് വെക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കിടക്കാനാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല കർത്താവ്, അങ്ങ് അനുവദിച്ചിട്ടാണല്ലോ, ഞാൻ സന്തോഷത്തോടെ അത് ചെയ്യും. ഇനി അതല്ല, എഴുന്നേറ്റ് നടക്കാൻ ദൈവഹിതമാണെങ്കിൽ ദൈവം സൗഖ്യം തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ കിടക്കുക. ആ കർത്താവിന്റെ ദാസൻ എന്റെ വീട്ടിലോട്ട് വരികയാണ്. അദ്ദേഹം ടെമ്പോ ട്രാവലറിലും വരുന്നത്. അദ്ദേഹത്തിന് മിനിസ്ട്രി ഒക്കെ ഉണ്ട്, പ്രവർത്തനമൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടറിഞ്ഞ് പ്രസംഗമൊക്കെ ഇങ്ങനെ ഓൺലൈനിൽ കേട്ടിട്ട് പുള്ളി എന്റെ അടുത്തേക്ക് തേടി വരും.
വന്ന് ഞങ്ങളുമായിട്ട് പരിചയപ്പെട്ടു. അങ്ങനെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോ ഈ ഇദ്ദേഹം രണ്ടാമത്തെ വരവാണ് ഈ ടെമ്പോ ട്രാവലിൽ വരുന്നത്. അദ്ദേഹം വന്ന് വരുമ്പോൾ ഞാൻ ഈ കിടന്ന കിടപ്പ് കിടക്കുക. അദ്ദേഹം വന്ന് മനസ്സൊന്ന് ഭയങ്കര വേദനപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് തിരുമുന്ന ഒരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയാലും. ഞാൻ പറഞ്ഞു, ഒരു തിരുമാരടുത്ത് ഞാനില്ല ഇനി. എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരുമെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് മതി എനിക്ക്. കർത്താവ് തരുന്ന സൗഖ്യം എനിക്ക് മതി, അത് ശാശ്വതമായിരിക്കും, അതെനിക്ക് മതി എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് ഇദ്ദേഹം വീണ്ടും എന്നോട് പറഞ്ഞ അടുത്തൊരു കാര്യം, അദ്ദേഹം ഒരു പാസ്റ്ററാണ്, അദ്ദേഹം പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി, തിരുമിയില്ലേലും കുഴപ്പമില്ല, നമുക്ക് അദ്ദേഹത്തിന്റെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരാൻ പോകാം. അപ്പൊ ഞാൻ പെട്ടെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, ദൈവത്തിന്റെ ദാസന്മാരായിട്ടുള്ള അപ്പസ്തലന്മാരായിക്കോട്ടെ, പ്രവാചകന്മാരായിക്കോട്ടെ, എണ്ണ തേച്ച് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണും. ഞാൻ ഓക്കെ എന്നാ ദൈവഗീത അതാണെങ്കിൽ നടക്കട്ടെ എന്ന് ഞാൻ എടുത്തോണ്ട് ടെമ്പോ ട്രാവൽ വെച്ചാൽ കൊണ്ടുപോകും. അവിടെ ചെന്നപ്പോൾ ഞാനിപ്പോ ചേട്ടായി എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു, ഷിജു ചേട്ടായി എന്നാ വിളിക്കും, ഷിജു പാസ്റ്റർ. ഇവിടെ തൊട്ടടുത്ത് കുറുപ്പുംപടി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം വൈദ്യനാണ്, ഒപ്പം ഒരു ദേവദാസൻ കൂടിയാണ്, ശക്തനായി പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം എന്നെ കണ്ടിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ തമ്പുരാൻ ചെയ്യും, വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ആ വിശ്വാസം മാത്രമേ ഉള്ളൂ പാസ്റ്റർ എന്ന്. അങ്ങനെ ആ ദേവദാസൻ എന്നെ എന്നാ കിടക്ക് പാസ്റ്റർ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചും കിടത്തി ഒരു ഇച്ചിരി എണ്ണ സ്വർഗത്തിലേക്ക് കാണിച്ച് പ്രാർത്ഥിച്ച്, എന്നിട്ട് അതെന്റെ മുകളിൽ തേച്ചിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് പൊക്കോളം പറഞ്ഞു. ഞാൻ ആ ബെൽറ്റൊക്കെ ഊരിയിട്ടിട്ട് അവിടെ കയറി കിടക്കുന്നത്, എഴുന്നേറ്റ് ഒറ്റ നടത്ത ഞാനങ്ങനെ. സ്തോത്രം, ഹല്ലേലൂയ. ആ 1.5 മാസം കിടന്ന കിടപ്പിൽ നിന്നും തളർന്നു പോയി എന്ന് വിചാരിച്ചെടുത്തുന്നു ദൈവം എഴുന്നേൽപ്പിച്ച് നടത്തി. ഇന്ന് 2 കാലം നല്ല ആരോഗ്യമായിട്ട്. പക്ഷെ വേദന ഉണ്ട് കേട്ടോ, വേദന ഉണ്ടെങ്കിലും അതിനെ ജയിക്കാനുള്ള കൃപ ഇന്ന് ദൈവം തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. അങ്ങനെ എഴുന്നേറ്റ് നടന്നു. പിന്നെ ശക്തമായിട്ട് ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി കർത്താവിന്റെ വയലിൽ വേല ചെയ്തു. 6 ദിവസത്തിൽ 6 ദിവസം വേല ചെയ്ത ദിവസമുണ്ട്. കയ്യില് ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ 1000 രൂപ തീരുവോളം കർത്താവിന്റെ വേല ചെയ്യും. അത് കഴിയുമ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോകും. അങ്ങനെ ഡ്രൈവർ ജോലിക്കാണ് പോകുന്നത്. അങ്ങനെ അതിന് പോകും. അങ്ങനെ കിട്ടുന്ന കാര്യങ്ങളെല്ലാം ഈ സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാത്രം കഴിഞ്ഞ നാളുകളിലൊക്കെ ജീവിക്കാൻ ദൈവം കൃപ ചെയ്തു. നമ്മുടെ കഴിവല്ല, അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ കഴിവല്ല, നമ്മുടെ മനസ്സിന്റെ വിശാലത കൊണ്ടൊന്നുമല്ല, ദൈവം നമുക്ക് തരുന്ന കൃപ കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഏറ്റവും അവസാനമായിട്ട് എന്റെ പൈതല് കഴിഞ്ഞ ദിവസം, ഞാനിപ്പോ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ നാളുകളിൽ ദൈവാത്മാവ് ഇടപെട്ട രീതിയിൽ ചെന്നൈ ഭാഗത്തേക്ക് പോകേണ്ട വന്നു. അവിടെയും ശക്തമായിട്ട് സുവിശേഷം അറിയിക്കുന്നുണ്ട്. കമ്പനിയിൽ ജോലി ചെയ്യുന്നിടത്തും അതുപോലെ പുറത്തെ സഭകളിലൊക്കെ പോയി കഴിയുന്ന പോലൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് അവിടെ ചെന്നൈയിൽ വർക്ക് ചെയ്യാണ്. ഞാൻ ചെന്നൈയിൽ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യ വിളിച്ചിട്ട് പറയാണ്, മോൾക്ക് വല്ലാത്തൊരു വയറുവേദന, എന്താണെന്നറിയില്ല, കുറച്ചു ദിവസം ആയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ അങ്കമാലിയിലുള്ള ഒരു ആശുപത്രി ചെന്നിട്ട് നിങ്ങൾ ഒന്ന് പരിശോധിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്ന കാലടിയില്ല, കീഴിൽ മാറി ഞങ്ങൾ കാലടി താമസിക്കുന്നു. അങ്കമാലിയിലെ ആശുപത്രി കൊണ്ടുപോയിട്ട് പരിശോധന നടത്തിയപ്പോൾ അവർ പറഞ്ഞു, അപ്പൻഡിക്സിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്, പക്ഷെ ഇവിടെ ബുധനാഴ്ച ദിവസങ്ങളിൽ മാത്രം സ്കാനിങ് ഉള്ളൂ, നിങ്ങൾ പുറത്തു പോയി സ്കാൻ ചെയ്യണം. അപ്പൊ ഞങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മഞ്ജു ഒരു കാര്യം ചെയ്യുക, കൊച്ചിനെ കൂട്ടി ഏറ്റവും നല്ല സ്കാനിങ് സെന്ററിൽ പോയി സ്കാനിങ് ചെയ്യാൻ. സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 8 mm അവൾ കാണുകയും ചെയ്തു. റിപ്പോർട്ടിൽ എഴുതി തന്നു, 8 mm സ്കാനിങ് റിപ്പോർട്ട് കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജ് ആണ്, ഇത് പൊട്ടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്, നിങ്ങൾ എത്രയും വേഗം കളമശ്ശേരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ അവിടെ നിന്ന് വേഗം ഇവള് അടുത്ത വണ്ടി വിളിച്ച് കളമശ്ശേരി ആശുപത്രിയിലെത്തി. അവിടെ നിന്ന് അവർ നോക്കിയിട്ട് സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു, എത്രയും വേഗത്തിൽ നിങ്ങൾ കോട്ടയത്തേക്ക് എത്തിക്കണം. കാരണം കളമശ്ശേരിയിൽ ഓപ്പൺ സർജറിയേ ഉള്ളൂ, സർജറി ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് എത്രയും വേഗത്തിൽ എമർജൻസി ആയിട്ട് നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. അങ്ങനെ ആംബുലൻസിൽ കയറ്റി എന്റെ കൊച്ചിനെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു. അവിടെ വേണ്ട രീതിയിലുള്ള സംവിധാനങ്ങളെല്ലാം ദൈവം ഒരുക്കി. പിറ്റേ ദിവസം ഓപ്പറേഷനാണ്. എന്നെ വിളിച്ചു പറഞ്ഞ് ഞാൻ തകർന്നു പോയി. കാരണം പെങ്കൊച്ചാണ്, ഈ പ്രായത്തിൽ സർജറി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ ആദ്യമായിട്ട് കർത്താവിനോട് ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചത്, എന്റെ മകളുടെ ശരീരത്തിൽ, അന്ന് വ്യക്തിപരമായ ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല, പക്ഷെ ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ കുഞ്ഞിന്, കർത്താവ് എന്റെ കുഞ്ഞല്ല, അങ്ങയുടെ പൈതലാണ്, അങ്ങയുടെ പൈതലിന് ശരീരത്തിൽ കത്തി വെക്കാൻ ദൈവം അനുവദിക്കല്ലെന്ന്. അങ്ങനെ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ഞാൻ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി ബാത്റൂമിന്റെ അടുത്ത് ഇരിക്കാൻ എനിക്ക് സ്ഥലം കിട്ടിയത്. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് നേരം വിളിക്കുന്നവര് കരഞ്ഞുകൊണ്ടാണ്. അതിന്റെ ഇടയിൽ വെച്ച് ദൈവദാസന്മാർക്കെല്ലാം ഈ മെസ്സേജ് കൈമാറി. എന്റെ ഒപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായിട്ടുള്ള ദൈവദാസന്മാർ കേരളത്തിൽ ഒത്തിരി ടീമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം ശക്തന്മാരായിട്ടുള്ള പ്രാർത്ഥന ആളുകളാണ്. രാത്രി 12 മണിക്കും 1 മണിക്കും 3 മണിക്കും 4 മണിക്കും ഇടവിടാതെ കർത്താവിന്റെ ദാസന്മാർ പ്രാർത്ഥിച്ചു. പ്രഭാതമായപ്പോൾ കേൾക്കണം പ്രിയപ്പെട്ടവരെ, വളരെ അത്ഭുതകരമായിട്ട് സ്കാനിങ് ചെയ്യാൻ വേണ്ടി ഒരിക്കൽ കൂടി ഫൈനൽ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോയില്ല. കൊച്ചിനെ സർജറിക്ക് വേണ്ടി വയറൊഴിപ്പിച്ചു, ഡ്രസ്സുകളെല്ലാം മാറി റെഡിയാക്കി ഫൈനൽ സ്കാനിങ്ങിന് വേണ്ടി കൊണ്ടുപോയിട്ട് ഡോക്ടർമാർ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാധനം കൊച്ചിന്റെ വയറ്റിലില്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാധനം കൊച്ചിന്റെ വയറ്റിലില്ല. ഈ ജീവിക്കുന്ന ദൈവം, എങ്ങനെ എന്റെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഹല്ലേലൂയ. അങ്ങനെ അവര് പറഞ്ഞൊരു ഗ്യാസിന്റെ ഗുളിക പോലും തന്നില്ല. ഞാൻ ചെന്നൈയിൽ നിന്ന് വീട്ടിൽ എത്തുമ്പോൾ തന്നെ
എന്റെ ഭാര്യ ഡിസ്ചാർജ് ചെയ്തിട്ട് കുഞ്ഞുമായിട്ട് വീട്ടിലെത്തി. ദൈവം നടത്തിയ വഴികള് വളരെ അത്ഭുതകരമായിട്ടുള്ള വഴി. ഞാൻ പറയട്ടെ, ഞാന് എന്റെ 37 38 വയസ്സ് വരെ സേവിച്ചിരുന്ന ദൈവങ്ങളൊന്നും എന്നോട് ഈ തരത്തിൽ സംസാരിക്കുകയോ ഈ തരത്തിൽ ഇടപെടുകയോ ഈ തരത്തിൽ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ജീവനുള്ള ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയപ്പോൾ ഹല്ലേലൂയ, എനിക്ക് എന്തോ അറിയാത്ത ആനന്ദമാണ്. എനിക്ക് ജീവിതത്തിൽ ഇതിനത്ര സന്തോഷം. ഞാൻ ഇപ്പോഴും ബാധ്യതയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ എന്നാൽ പോലും എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം, ഇതിനപ്പം വേറെ സന്തോഷം കിട്ടും. കർത്താവിനെ ഞാൻ കണ്ടുമുട്ടി എന്നുള്ളത്, കർത്താവ് എന്നെ ശുദ്ധീകരിച്ചു എന്നുള്ളത്, പിതാവിനെ അപ്പാ പിതാവ് എന്ന് വിളിക്കുവാൻ ഈ എളിയവനെ യോഗ്യനാക്കി എന്നുള്ളത്, എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ സന്തോഷം കൊണ്ട് മനസ്സ് നിറയിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, നിങ്ങൾ യേശുവിനെ രക്ഷകനായി ഇന്ന് വരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, കാരണം അത് ഈ പറയുന്നത് എല്ലാ വേദികളിലും ഞാൻ പറയും, എന്നെ വിളിച്ചിരിക്കുന്ന അതിനു വേണ്ടി സുവിശേഷം പ്രസംഗിക്കാൻ എന്നെ വിളിച്ചിരിക്കുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ ദൈവം കൃപ തന്നു. എതിർത്തവരുടെ മുമ്പിൽ മുട്ടുകുത്തിച്ചു അവരെ ദൈവം. ഞാൻ തിരുവല്ല ഭാഗത്ത് ഒരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോഗ്യമായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ എന്നെ തല്ലാൻ വന്നു. എന്റെ കൂടെ ഉണ്ടായ ദിവാസന്മാർ ഒരു കുപ്പി വെള്ളം കുടിക്കാൻ അപ്പുറത്തേക്ക് മാറിയതാണ്. 100-150 പേര് നിൽപ്പുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത് തന്നെ. പക്ഷെ ആർക്കും ഇദ്ദേഹത്തെ പിടിച്ചു മാറ്റാനുള്ള ധൈര്യമോ ആ ഒരു ഇതും ഇല്ല. അങ്ങനെ ഇദ്ദേഹം എന്നെ നേരെ തല്ലാൻ വന്നു. എനിക്ക് അത്ര വലിയ ആരോഗ്യമൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ തിരിച്ചൊന്ന് നോക്കിയാണ്. പക്ഷെ നമുക്ക് അതൊന്നും ചെയ്യാൻ ഇപ്പം നമ്മുടെ മനസ്സനുവദിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കാനും നമുക്ക് തോന്നുന്നു. ഇദ്ദേഹം ഞാൻ അടിക്കാൻ വന്നു. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിക്കാൻ പറഞ്ഞു. ഞാൻ പിടിച്ചു കഴിഞ്ഞപ്പോ 25 മിനിറ്റ് പ്രസംഗം അദ്ദേഹം അവിടെ നിന്ന് കേട്ടിട്ട് മാനസാന്തരപ്പെട്ട് കരഞ്ഞിട്ടാ പോയത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പം ഇതെല്ലാം ദൈവം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത് നമ്മുടെ കഴിവല്ല കിട്ടും. ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയാണ്. ആ തരത്തിൽ ദൈവം ഇന്ന് വരെ നടത്തുന്നു. അങ്ങനെ ദൈവം വളരെ അത്ഭുതകരമായിട്ടാണ് ഞങ്ങളെ കണ്ടത്. ഞങ്ങളെ കാണുമെന്ന് ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചല്ല. ഞങ്ങൾ ഈ സത്യദൈവത്തെ, കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുമെന്നും ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചതല്ല. മാത്രമല്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ ലോകത്തില് ജീവിച്ചിരിക്കും എന്നുള്ളത് പോലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു വലിയ കാര്യമാണ്. അവിടെ നിന്നാണ് ദൈവം ഞങ്ങളെ വളരെ ശക്തമായിട്ട് ഞങ്ങളെ കയ്യിലെടുത്തതും കരങ്ങളിലെടുത്തതും ഞങ്ങളെ രക്ഷിച്ചതും അതുപോലെ ശുശ്രൂഷ മേഖലയിൽ ഞങ്ങളെ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് അത്ഭുതകരമായിട്ടാണ് ശുശ്രൂഷയിൽ ദൈവം ഞങ്ങൾ രണ്ടുപേരും നടത്തിക്കൊണ്ടുപോകുന്നത്. ഒരു കാര്യം എനിക്ക് ഇവിടെ ഒന്നും പറയാതെ പോകാൻ പറ്റത്തില്ല. ഈ കാലഘട്ടങ്ങളില് ഒത്തിരി ഡൈവേഴ്സും അതുപോലെ കോടതികളും ഒക്കെ കയറി ഇറങ്ങുന്ന ഒത്തിരി കുടുംബങ്ങളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ കോടതികളിലെ കേസുകൾ എടുത്ത് നമ്മൾ ഒരു പരിധിവരെ പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഫാമിലി പ്രോബ്ലംസ് ഉള്ള കേസുകളാണ് ഇന്ന് കോടതികളിൽ നിൽക്കുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കൾ പോലും യുവതികൾ പോലും വിവാഹം കഴിച്ച് അല്പം മാത്രം ജീവിച്ച് ചില മാസങ്ങൾക്ക് ശേഷം വിശ്വാസത്തിലുള്ളവർ പോലും ഡൈവേഴ്സിലേക്ക് പോകുന്ന, ഉപേക്ഷണ പത്രം കൊടുക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്. നഷ്ടപ്പെട്ടു പോയ സമാധാനത്തെ തിരിച്ചു തരുവാൻ ക്രിസ്തുവിന് സാധിക്കും. അതിന് ഏറ്റവും വലിയ സാക്ഷികളാണ് ഞങ്ങൾ രണ്ടുപേരും. കാരണം ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഞാൻ ശ്രമിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം എഴുന്നേറ്റിരുന്ന് എന്ന് പറഞ്ഞ വാക്കുകൾ എൻ്റെ മനസ്സിൽ ഇന്നും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇതെല്ലാം ക്ഷമിച്ച് എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറായത് മാനുഷിക രീതിയിലുള്ള ചിന്തയല്ല. അത് ക്രിസ്തുവിന്റെ സ്നേഹം ഉള്ളിലേക്ക് വന്നതുകൊണ്ടാണ്, ക്രിസ്തു ഞങ്ങളിൽ ഉരുവായത് കൊണ്ടാണ് ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഈ കുടുംബജീവിതത്തെ നിലനിർത്താൻ, ഈ ദാമ്പത്യ ജീവിതത്തെ ഇത്ര ഭദ്രമായിട്ട് നിലനിർത്താൻ മറ്റൊരു സംവിധാനവും ഈ ഭൂമിയിൽ ശേഷിക്കുന്നില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ പറ്റും. കാരണം കൗൺസിലിങ്ങിന് പോയിട്ടും അത് പരാജയപ്പെടുന്നു, കുടുംബക്കാർ ചർച്ച ചെയ്തിട്ട് പരാജയപ്പെടുന്നു. ഒരു തരത്തിലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ പരാജയപ്പെടേണ്ട ഏറ്റവും വലിയ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. നാച്ചുറൽ ആയിട്ട്, സ്വാഭാവികമായിട്ട് അവൾക്ക് എന്നെ ഉപേക്ഷിക്കാനുള്ള വലിയ സാധ്യത ഇവിടെയുണ്ട്. അവൾക്ക് എന്നെ ഉപേക്ഷിച്ച് പോകാം. കാരണം കൊല്ലാൻ ശ്രമിച്ച ഒരു വ്യക്തിയുടെ കൂടെ പിന്നീട് സന്തോഷമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് അസാധാരണമാണ്. കാരണം ഏത് സെക്കൻഡിലും അത് ഓർമ്മ വരും, ഏത് സമയത്തും അത് ഓർമ്മ വരും. അവളെ ഒരു നോട്ടം ഞാൻ നോക്കിയാൽ അത് അവൾക്ക് ഓർമ്മ വരും. അവൾ ഭയക്കും എന്നെ കണ്ട്. ആ ഭയക്കുന്ന ഒരു വ്യക്തിയുടെ കൂടെ പിന്നീട് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റും നല്ല മാനുഷിക രീതി. പക്ഷേ ഇന്ന് ഈ 5 വർഷമായിട്ട് ഞങ്ങൾ റിയൽ ആയിട്ടുള്ള ജീവിതം ജീവിക്കുകയാണ്. റിയൽ ആയിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ. അതിന് സാധ്യമായത് തമ്പുരാൻ ഞങ്ങളെ വീണ്ടെടുത്തുകൊണ്ടാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിൽ ആ സ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും വളരെ സമാധാനപരമായിട്ട് സന്തോഷപരമായിട്ട് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ശുശ്രൂഷയിലും നല്ല രീതിയിൽ ദൈവം ഈ നാടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തുടങ്ങിയ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള
കുറച്ച് കടബാധ്യതകൾ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. 10-25 ലക്ഷത്തോളം ഉള്ള കടബാധ്യതകൾ ഞങ്ങൾക്കുണ്ട്. ഒരു പ്രാർത്ഥന വിഷയമായിട്ട് ഞാൻ നിങ്ങളോടത് അറിയിക്കുകയാണ്. കാരണം ശുശ്രൂഷയ്ക്ക് പോയി പല സ്ഥലത്തും നിൽക്കുമ്പോൾ, ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പൊതു ശുശ്രൂഷയാണ്. പരസ്യമായിട്ട് റോട്ടിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഞങ്ങളുടെ സാക്ഷ്യത്തോടു കൂടി ഞങ്ങൾ കുടുംബമായിട്ട് കുഞ്ഞുങ്ങൾ പാടും. മഞ്ജു എന്റെ ഒപ്പം നിൽക്കും. ഞങ്ങൾ പ്രസംഗിക്കും. ആൾക്കൂട്ടമോ വലിയ ആഘാതമോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിലുള്ള കുഞ്ഞു സ്പീക്കർ കൊണ്ട് ഞങ്ങൾ പോയിട്ട് പ്രസംഗിക്കും. അങ്ങനെ ഒത്തിരി ആളുകൾ വിടിയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ദൈവം ഉപയോഗിച്ചു എന്ന് പറയാം. ഞങ്ങളുടെ കഴിവല്ല കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് എനിക്ക് 6ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും താഴ്ന്ന വിദ്യാഭ്യാസമുള്ള, യോഗ്യതയില്ലാത്ത, ഒത്തിരി ദുർശീലങ്ങൾ ഉണ്ടായിരുന്ന ഈ അപമാനപാത്രത്തെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. സ്തോത്രം. ഇതിന് വലിയ അത്ഭുതമാണ്. എനിക്കത് ഇപ്പോഴും മിറാക്കിളായിട്ട് തോന്നുന്നു. ദൈവത്തിന്റെ ആ ഒരു സ്നേഹം ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഒഴിഞ്ഞ പാത്രമാണ്. ഞാൻ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജീവിച്ചിരിക്കേണ്ട ആൾ പോലും ഇല്ല. പക്ഷെ അങ്ങനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഞങ്ങൾക്ക് ചില പ്രതിസന്ധികളുണ്ട്. അത് മറ്റൊന്നുമല്ല, കടബാധ്യത. ഞാൻ മുൻകൂടി പറഞ്ഞതുപോലെ കടബാധ്യതയാണ്. ആ സമയത്തുണ്ടായിരുന്ന ഒരു 25-30 ലക്ഷത്തോളം ഉള്ള കടബാധ്യതകൾ ഞങ്ങളുടെ മേളിലുണ്ട്. ശുശ്രൂഷയ്ക്ക് ചെന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫോൺ കോൾ വരും. അത് ഏതെങ്കിലും ഒരു കടം കൊടുക്കാനുള്ള വ്യക്തിയായിരിക്കും വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടുകയും നമ്മുടെ ഉള്ളിൽ വ്യാകുലം വന്നു കയറുകയും ശുശ്രൂഷയെ ബാധിക്കുകയും ചെയ്യുന്ന വല്ലാത്തൊരു സാഹചര്യത്തിലൂടെ ഞങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് കടന്നു പോവുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഞങ്ങൾ ഇരുന്ന് ദിവസം നിന്ന് പ്രാർത്ഥിച്ചു. ഒത്തിരി കരഞ്ഞ് ഞങ്ങൾ രാവും പകലും ഇല്ലാതെ രാത്രികളിലൊക്കെ എഴുന്നേറ്റിരുന്ന രാത്രിയാമങ്ങളിലൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവമേ, ഞങ്ങൾ ക്രിസ്തുവിൽ പൂർണ്ണ സ്വാതന്ത്ര്യരാണ്. പക്ഷെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കർത്താവിനോട് ചോദിക്കുകയാണ്, ഞങ്ങളെ കടഭാരത്തിൽ നിന്നും കൂടി ഞങ്ങൾ സ്വതന്ത്രമാക്കണം കർത്താവ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ വളരെ ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല കർത്താവ്. അങ്ങേക്ക് അസാധ്യമായതൊന്നുമില്ല, അങ്ങേക്ക് എല്ലാം സാധ്യമാണ് എന്ന് കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ അതിന്റെ ഇടയിൽ ഒത്തിരി പ്രാർത്ഥിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുത്തു. അത് ശരിയാണോ എന്ന് പോലും എനിക്ക് അറിയില്ല. പക്ഷെ അതുമായി മുന്നോട്ട് പോകാൻ അല്ലാതെ എനിക്ക് മുന്നിൽ ഒരു മാർഗം ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു തൊഴിലുമായി സംബന്ധിച്ച് മുന്നോട്ട് പോയി. നേരത്തെ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, നാരങ്ങ കച്ചവടം, അങ്ങനെയുള്ള ചെറിയ വ്യാപാരം, ചെറിയ കച്ചവടം ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. പക്ഷെ ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ബിസിനസ്സുമായി ഉണ്ടായിരുന്ന സമയത്ത് ഹെവി ലൈസൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കൊണ്ട്, ദൈവം ഇപ്പോൾ ആരോഗ്യം തന്നിട്ടുള്ളത് കൊണ്ടും നടുവേദന ഭാരങ്ങളൊക്കെ അപ്പൊ അങ്ങനെ വിടുവിച്ചത് കൊണ്ട് ഞാൻ വാഹനം ഓടിക്കാനാണ് പോകുന്നത്. ട്രെയിലർ ഓടിക്കുവാണ്, വലിയ വാഹനം ഓടിക്കുവാണ്. അത് ഓടിച്ച് അതിൽ കിട്ടുന്ന സമ്പാദ്യത്തിലൂടെ ആണ് ഞങ്ങൾ വീട്ടിലെ കുടുംബകാര്യങ്ങളും ശുശ്രൂഷക്കുള്ള കാര്യങ്ങളും കണ്ടെത്തുന്നത്. അങ്ങനെ വളരെ പരിമിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അതല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷയ്ക്ക് പൂർണ്ണ സമയം, ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട് 24 മണിക്കൂറും കർത്താവിന് വേണ്ടി തെരുവിൽ നിന്നുകൊണ്ട് കഴിയുന്നത് പോലെ എല്ലായിടത്തും പ്രസംഗിക്കണം, ഒത്തിരി കാര്യങ്ങൾ സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞങ്ങളുടെ സാമ്പത്തിക അവസ്ഥകൾ ഞങ്ങളെ അനുവദിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയായി നിൽക്കുകയാണ്. അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്, സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ജോലി ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ വാടക ഭവനത്തിലാണ് താമസിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും വാടക 8,500 രൂപ വാടകയുണ്ട്, 8,000 രൂപ വാടകയുണ്ട്, 1000 രൂപയുടെ അടുത്ത് കറണ്ട് ചാർജ്, പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, പഠനം, എല്ലാം കൂടി ഭാരം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ ശുശ്രൂഷകനായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ശുശ്രൂഷ അതിനൊപ്പം കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് പലപ്പോഴും തോന്നി. ശുശ്രൂഷയെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല, പക്ഷെ ഇത് ഒരുമിച്ച് ഇത് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ജോലി സ്ഥിരമായിട്ട് വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയത്. അങ്ങനെ ചെന്നൈയിൽ ഞാനൊരു വാഹനം ഓടിക്കാൻ കടന്നു പോകുന്നു. അവിടെ വാഹനം ഓടിക്കുന്ന അതിൽ കിട്ടുന്ന പൈസയും കൊണ്ട് ഇവിടെ ലീവിൽ വരുമ്പോൾ ആ ലീവില് കിട്ടുന്ന മുഴുവൻ സമയവും ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവഴിക്കുകയും പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പോകുമ്പോൾ തന്നെ ഈ കടഭാരങ്ങൾ നീങ്ങുന്നില്ല. ഞങ്ങളുടെ അന്നുള്ള ആവശ്യങ്ങളും സുവിശേഷ വേലയിൽ ഒരല്പം മങ്ങൽ തട്ടിയെങ്കിലും അത് പരിമിതമായ സാഹചര്യം കൂടെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു സമാധാനമാണ്. പക്ഷെ അതുകൊണ്ട് കടഭാരം മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് പ്രാർത്ഥിച്ച് ഞാനൊരു തീരുമാനം എടുത്തു, വിദേശത്ത് എവിടെയെങ്കിലും പോയി കുറച്ച് നാളൊന്ന് ജോലി ചെയ്യണം. എന്നിട്ട് സ്വന്തമായിട്ട് 8,000 രൂപയുടെ ഓൺലൈനിൽ മേടിച്ചൊരു സ്പീക്കറാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അത് കേടായി നിലവിൽ, അത് ഇപ്പൊ കൊള്ളില്ല, അത് പ്രസംഗിക്കാൻ പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. അപ്പൊ സഭയിൽ ഒരു സ്പീക്കർ ഉണ്ട്, അതൊക്കെ എടുത്തോണ്ടാണ് ഞങ്ങൾ അവരോട് ചോദിച്ചു അങ്ങനെ എടുത്തോണ്ട് പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സൗണ്ട് സിസ്റ്റം വേണം. ഒരു 1000-2000 വാട്ട്സ്, ഒരു 3000 വാട്ട്സ് അടങ്ങുന്ന ഒരു സൗണ്ട് സിസ്റ്റം, ഒരു വാഹനം കൂടി, സൗണ്ട് സിസ്റ്റം വെക്കാൻ പറ്റിയ ഒരു വാഹനം വേണം. അപ്പൊ അതിനെല്ലാം ആവശ്യമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന ഒരു വാഹനം കൊടുത്തിട്ട് വിദേശത്തേക്ക് പോകാനുള്ള പണം ഒരല്പമായിട്ട് കണ്ടെത്തി, ബാക്കി ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ബന്ധുക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി വിദേശത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഒട്ടും താല്പര്യമില്ല എനിക്ക്, ഒട്ടും അത് ചിന്തിക്കാനും പറ്റുന്നില്ല. കാരണം എനിക്ക് കുടുംബത്തെ വിട്ടു പോകുന്നതല്ല എന്റെ വിഷയം.
നിലവിൽ എനിക്ക് ദൈവം തന്നൊരു ശുശ്രൂഷ എന്റെ മേലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പക്ഷെ ആ ശുശ്രൂഷ വിട്ടു പോകാൻ എനിക്ക് എന്റെ ജീവനെ പിരിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു പല സാഹചര്യത്തിൽ. കാരണം ഒത്തിരി ഞാൻ ആ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ കാലഘട്ടത്തില്. അപ്പം എന്റെ കടഭാരം മാറണം. അത് മാറുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വിദേശത്തേക്ക് പോകത്തില്ല. എനിക്ക് പോകാൻ താല്പര്യമില്ല. ദൈവം തന്ന സാക്ഷ്യമാണിത്. ഇത് പലരുടെ അടുത്ത് എത്തിക്കണം എന്നുള്ള അതിയായ ആഗ്രഹവും ഞങ്ങൾക്കുണ്ട്. അപ്പൊ അതിനുവേണ്ടി കാണുന്ന പ്രേക്ഷകരെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ഓർക്കുമ്പോഴെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ ഒരു വിഷയത്തിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടണം. പൂർണ്ണമായിട്ട് കർത്താവിന്റെ വചനമായിട്ട് പൂർണ്ണ സമയവും പൂർണ്ണ സാഹചര്യങ്ങളിലും കർത്താവിന് വേണ്ടി തെരുവിൽ നിൽക്കാൻ, കർത്താവിന് വേണ്ടി സാക്ഷ്യം ശക്തമായിട്ട് പറയുവാൻ ഞങ്ങൾക്ക് സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒരുങ്ങണം. അതിനുവേണ്ടി പേപ്പർ വർക്കുകൾ വിദേശത്തേക്ക് പോകാൻ, ഹംഗറിക്ക് പോകാൻ വേണ്ടിയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കടമൊക്കെ മേടിച്ച് കുറച്ച് പൈസയൊക്കെ അടച്ചിട്ടുണ്ട്. പക്ഷെ എത്ര പൈസ അടച്ചാലും എനിക്ക് എന്റെ ദൈവം അതിനുള്ള സാഹചര്യങ്ങൾ ഒരിക്കൽ ഞാനത് ഉപേക്ഷിച്ചിട്ട് എന്റെ ദൈവത്തിന്റെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കും. ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ഭവനം വേണമെന്നോ സ്ഥലം വേണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. കാരണം ഇതെല്ലാം കണ്ടവരാണ് ഞങ്ങൾ. അതെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനോടൊന്നും ആഗ്രഹമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ കടഭാരം ഒന്ന് മാറണം. വേറെ ഒന്നും വേണ്ട, ദൈവം ഞങ്ങൾ നടത്തും. ഞങ്ങൾക്ക് കടഭാരം ഒന്ന് മാറണം. ഞങ്ങൾക്കൊരു സൗണ്ട് സിസ്റ്റം, ഞങ്ങൾക്കൊരു കൊച്ചു വാഹനം വെച്ച് സൗണ്ട് സിസ്റ്റം കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനമാകണം. ഇത് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ തമ്പുരാൻ എനിക്ക് വിദേശത്തേക്ക് പോയി വരുവോൾ എനിക്ക് ആയുസ് തരുവോ സമയം തരുവോ ഇതൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഈ കാര്യങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പോകാതിരിക്കാൻ, ഇവിടെ നിന്നുകൊണ്ട് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പറ്റണം. ഇനി പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ വചനവുമായിട്ടായിരിക്കണം പോകുന്നത് എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ട്. ദൈവം അയക്കുന്നിടത്തേക്ക് ഞാൻ പോകും. അതിന് യാതൊരു ഭയമോ ആശങ്കയോ എനിക്കില്ല. കുടുംബത്തെ വിട്ട് എത്ര വർഷം വേണേൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അത് ദൈവം അയക്കണം. ജോലി സംബന്ധമായിട്ട് പോകാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഈ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരും, സഹോദരന്മാരും ദേവാസന്മാരും അതുപോലെ പാസ്റ്ററും ഇതിനുവേണ്ടി ഈ കാര്യത്തെ ഓർത്തുകൊണ്ട്, ഈ വിഷയത്തെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വളരെ താഴ്മയോടെ കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. മഞ്ജുവിന് 2 വാക്ക് മഞ്ജു പറയും. ഞാൻ തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആ ദിവ്യ സന്തോഷം, സമാധാനം അദ്ദേഹം ഒന്ന് നമ്മളോട് പങ്കുവയ്ക്കും. ഇന്നിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നത് തന്നെ ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ഒരിക്കലും ആഗ്രഹിച്ചതോ അല്ല ഒരിക്കലും ഞങ്ങൾ ചിന്തിച്ചത് പോലും അല്ല ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കാൻ കഴിയുമെന്നോ അല്ല ദൈവസന്നിധി നിൽക്കാൻ കഴിയുമെന്നോ ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചതല്ല. എന്നാലും കർത്താവ് ഞങ്ങൾ എത്രത്തോളം നടത്തി, ഇത്രത്തോളം നിർത്തി, എല്ലാ നന്മയും ദൈവത്തിന് മാത്രം. എന്റെ കുടുംബത്തില് പപ്പ, മമ്മി, അതുപോലെ എനിക്ക് 2 ചേട്ടന്മാരാണ്. ഞാൻ ഇളയ മകളാണ്. കർത്താവ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. ഇന്ന് ഇവിടെ നിൽക്കാൻ കർത്താവ് അവസരങ്ങൾ ഒരുക്കി തന്നു. ഒത്തിരി പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. പറഞ്ഞതുപോലെ ഒത്തിരി ഇപ്പം നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഡൈവേഴ്സ്, ഒത്തിരി കുടുംബങ്ങളിൽ ഡൈവേഴ്സുകൾ നടക്കുന്നു. അതുപോലെ മക്കളെ വിട്ട് അമ്മമാര് പോകുന്നു, അപ്പന്മാര് പോകുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. അപ്പം ഇപ്പൊ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ അനുഭവങ്ങള് ഞങ്ങൾ ഈ ലോകത്തുനിന്ന് തന്നെ പോകേണ്ട ആൾക്കാരാണ്. എങ്കിൽ കർത്താവ് ഞങ്ങളെ കണ്ടതുകൊണ്ട്, കാരണം ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ഞങ്ങളെ കണ്ടതുകൊണ്ട് ഞങ്ങളെ കർത്താവ് ഇന്നിവിടെ നിർത്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതാപിതാക്കളായി ഞങ്ങൾ ഈ സമൂഹത്തിൽ നല്ലൊരു മക്കളായിട്ട് ഇന്ന് ഞങ്ങൾക്ക് നിൽക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പം ജീവിക്കുന്നത്. ഈ 5 വർഷം 5 വർഷത്തിന് മുമ്പ് ശരിക്കും വിവാഹം കഴിച്ചിട്ട് 15 വർഷത്തിന്റെ അടുത്തായി. പക്ഷെ 15 വർഷം ആയെങ്കിൽ പോലും ഈ 5 വർഷമാണ് ഞങ്ങള് ഒത്തിരി സന്തോഷത്തോടെ ദൈവകൃപയെ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നത്. സത്യം പറഞ്ഞാൽ ഈ 5 വർഷത്തിനിടെ ഞങ്ങളുടെ ജീവിതത്തിൽ വഴക്കുകളൊന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു 5 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോകത്തില്ല. ആ 5 മിനിറ്റിനുള്ളിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തീരും. ക്രിസ്തുവിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ ഇന്ന് അതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അത്ര സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേല ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഈ പറയുന്ന പോലെ യൂറോപ്പിലോട്ട് പോകണം എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹങ്ങളൊന്നുമല്ല. പക്ഷെ ഞങ്ങളുടെ അവസ്ഥകളാണ് ഞങ്ങളെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷെ കർത്താവിന്റെ വേല ഞങ്ങൾക്ക് കുടുംബമായിട്ട് ചെയ്യണം എന്നുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു ദേവദാസൻ മരണപ്പെട്ടു പോയപ്പോ എനിക്ക് ഒത്തിരി അതൊരു വേദന ഉണ്ടാക്കിയ ഒരു വിഷയമാണ്. എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഞാനൊരു ദേവദാസന്റെ ഭാര്യയായിട്ട് ജീവിക്കുക,
അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞങ്ങൾ കർത്താവിന്റെ വേലയിൽ ഇരിക്കുമ്പോൾ തന്നെ കർത്താവ് ഞങ്ങളെ വിളിക്കണേ എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹമൊക്കെ. അപ്പം തുടർന്ന് ഞങ്ങളെ ഓർത്ത് പ്രത്യേകം എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ ശുശ്രൂഷ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ഭൂമിയിൽ ഇവിടെ കർത്താവ് എത്ര നാൾ ഞങ്ങൾക്ക് ആയുസ് തരുന്നു അത്രയും നാൾ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് കർത്താവിന്റെ വേല ചെയ്ത് ജീവിക്കാൻ വേണ്ടി എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥനയും ചോദിക്കും. പറഞ്ഞു വന്നത്, നിങ്ങൾ കേൾക്കുന്ന ആരെങ്കിലും യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്രയും വേഗത്തിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കണം. കാരണം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് മാനവകുലത്തെ രക്ഷിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്ന മറ്റൊരു അവതാരവും ഞാൻ വേദങ്ങളിൽ കണ്ടിട്ടില്ല, ഉപനിഷത്തുകളിൽ കണ്ടിട്ടില്ല, ഞാന് പുരാണങ്ങളിൽ കണ്ടിട്ടില്ല. ഇന്ന് പുരാണത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്ന ഓണത്തിന്റെ ആഘോഷം ലോകമെമ്പാടും നടക്കുകയാണ്. പക്ഷേ ഈ ആഘോഷങ്ങൾക്കോ ഈ കടന്നു വരുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തിയ വ്യക്തിക്കോ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ചരിത്രങ്ങൾ ഇത് പരിശോധിച്ച് നോക്കിയാൽ അവരാരും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി വന്നവരല്ല, മറിച്ച് അവർ പാപികളെ വധിക്കാൻ വേണ്ടി വന്നവരാണ്. പക്ഷേ പാപികൾക്ക് വേണ്ടി സ്വമേധയെ മരിക്കുവാൻ വേണ്ടി, ഏറ്റെടുത്ത് മരിക്കാൻ വേണ്ടി വന്ന ഒരേ ഒരു വ്യക്തി, അത് നമ്മുടെ കാൽവരിനാഥനായിരിക്കുന്ന കർത്താവായ സർവശക്തനായ യേശുക്രിസ്തു. അതുകൊണ്ട് യേശുക്രിസ്തു വിശ്വസിക്കുക. മരണത്തിന് ശേഷം നമുക്കൊരു ജീവിതമുണ്ട്. അവിടെയും നിങ്ങൾ സ്വർഗത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ മറ്റൊരു വഴിയും ഇല്ലവേ ഇല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്, ഇങ്ങനെ ഒരു മനോഹരമായ അവസരം, ദൈവം തന്ന സാക്ഷ്യം പ്രസ്താവിക്കുവാൻ വേണ്ടി അവസരം ഒരുക്കിയ കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ പാസ്റ്റർക്കും അതുപോലെ തന്നെ ആരോമ ടിവിക്കും എന്റെ നന്ദി അറിയിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ഞാൻ ഇങ്ങനെ വളരെ ശ്രദ്ധയോടെ ഈ സാക്ഷ്യം ആദ്യോടന്തം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം വരുത്തുന്ന മാറ്റം, അത് എത്ര സസൂക്ഷ്മമായിട്ടാണ് ദൈവം അത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. മനുഷ്യൻ പുറമേ ഉള്ളത് കാണുന്നു, ദൈവം ഹൃദയങ്ങളെ അറിയുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ ഹൃദയത്തെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ തന്നെ ദൈവം കണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആ വലിയ പദ്ധതിക്ക് വേണ്ടിയിട്ട്, ആ വലിയ പ്ലാനിന് വേണ്ടിയിട്ട് സ്വർഗത്തിലെ ദൈവം മുന്നമേ തന്നെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷേ ഏതൊരു വ്യക്തിക്കും ദൈവം ഒരവസരം കൊടുക്കും ദൈവത്തെ അറിയുവാൻ, സ്വയം അവൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ദൈവം അവസരങ്ങൾ കൊടുക്കും. എന്നാൽ ആ അവസരങ്ങൾ അത് മനസ്സിലാക്കി അതനുസരിച്ച് പ്രതികരിക്കുന്നില്ല എങ്കിൽ ദൈവം അവനെ വെറുതെ വിടത്തില്ല. ദൈവം അവനെ പിടിച്ചെടുത്ത് അവനെ ഉടച്ച് വാർക്കും. അത് ദൈവത്തിൻ്റെ ഒരു 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 ദൈവത്തിൻ്റെ പ്ലാനിങ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്. എല്ലാവരെ സംബന്ധിച്ചല്ല, ചിലരെ സംബന്ധിച്ച്. കാരണം ചിലരെ ദൈവത്തിന് വേണം, അവരെ കൊണ്ട് ദൈവത്തിന് ചില ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ദൈവം അവരെ ഏത് വഴിയിൽ കൂടി പോയാലും അവരെ ദൈവം വിടത്തില്ല. ദൈവം തമ്പുരാൻ അവരെ പിടിച്ചെടുക്കുവാൻ ഇടയായിത്തീരും. കാരണം ആ വ്യക്തി അത്ര ദൈവത്തിന് വിലപ്പെട്ടവനാണ്. ആ വ്യക്തി ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് തന്നെ വിലപ്പെട്ടവനായിട്ടാണ്. നേരത്തെ ഓർപ്പിച്ചല്ലോ, പ്രാരംഭത്തിൽ ഒരു തമിഴ് മാതാപിതാക്കന്മാരുടെ മകനായിട്ട് ജനിച്ചു. ഈ ഭൂമിയിൽ തമിഴ്നാട്ടിലല്ല, മറ്റൊരു സ്ഥലത്ത് ജനിച്ചു, വളർത്തപ്പെട്ടു. പക്ഷേ ആ ബാല്യകാലം വളരെ ദയനീയമായിരുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയി. മോശം സ്വഭാവങ്ങൾക്ക് ഉടമയായി മാറി. അവിടെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് വഴുതി വീണുകൊണ്ടേയിരുന്നു. തുടർമാനമായി പാപ വഴികളിലേക്ക് വഴുതി വീണുകൊണ്ടേയിരുന്നു. ജീവിതം വളരെ മോശപ്പെട്ട നിലയിലേക്ക് പോകുവാനിടയായി തീർന്നു. പക്ഷെ അതൊക്കെ ആ ബാല്യകാലത്ത് സംഭവിച്ചതായ ആ പോരായ്മകളും ആ സാഹചര്യങ്ങളുമാണ് അതിലേക്ക് നമ്മളെ വലിച്ചിഴച്ചതെങ്കിൽ ദൈവം അതിൽ നിന്നൊക്കെ മടക്കി വരുത്തി പിന്നത്തേതിലുണ്ടായ സംഭവങ്ങളൊക്കെ
കണ്ണ് നനയിക്കാതെ ആമേൻ ആർക്കും തന്നെ അത് കേൾക്കാൻ കഴിയത്തില്ല. അതിൻ്റെ ഓരോ രംഗങ്ങളും ഓരോ ഭാഗങ്ങളും ഓരോ വ്യക്തിയുടെയും കണ്ണ് നിറയുകയും ഹൃദയം വിങ്ങുകയും തിങ്ങി വിങ്ങുകയും ചെയ്യുന്ന നിലയിലേക്ക് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ, ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം ഒരു രൂപാന്തരം വരുത്തുവാൻ, ഒന്ന് സ്വയം പരിശോധനയ്ക്കായിട്ട് ആ വ്യക്തിയെ തിരുത്തുവാൻ, കറക്റ്റ് ചെയ്യുവാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ ആ പദ്ധതി അത് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഭാര്യയും ഭർത്താവും കൂടെ കുഞ്ഞുങ്ങളെ രണ്ടുപേര് ഉറക്കിക്കെടുത്തിയിട്ട് വിഷം മുന്നിൽ വെച്ചുകൊണ്ട് മരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുമ്പോൾ മൊബൈലിലൊരു നോട്ടിഫിക്കേഷൻ, സ്തോത്രം, എല്ലാം അവസാനിപ്പിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും വ്യക്തി സാഹചര്യങ്ങളൊക്കെ മുൻപ് എല്ലാം പരാജയപ്പെടുമ്പോഴാണ് ഈ മനുഷ്യനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. മൊബൈലിലൊരു നോട്ടിഫിക്കേഷൻ, ഞാൻ ഓർക്കുന്നത് ഈ നോട്ടിഫിക്കേഷൻ ഇത്ര ശക്തിയുണ്ടോ, ഈ നോട്ടിഫിക്കേഷൻ ഇത്ര ശക്തിയുണ്ടോ? നമ്മുടെ മൊബൈലിനകത്തേക്ക് ഒരു സെറ്റിംഗ് ആണ്, നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഫ്ലാഷ് നോട്ടായിട്ട് കാണിക്കും. ആ നോട്ടിഫിക്കേഷൻ ഇത്ര ശക്തിയുണ്ടോ? അതിൽ ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്തതാണ് ആ ലൈവ് പ്രോഗ്രാം. ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ള ഒറ്റ ചോദ്യമാണ്. ഒരു 20 മിനിറ്റ് നേരത്തെ ദൈവദാസന്റെ വചന ശുശ്രൂഷ. ഒരു ദൈവദാസൻ തിരുവനന്തപുരത്ത് നിന്ന് വചനം സംസാരിക്കുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? ഒരു ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം, ജീവിപ്പിക്കുന്ന ദൈവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനം അവിടെ ആ ദൈവദാസന്റെ വചന ശുശ്രൂഷയിലൂടെ കേട്ടു. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി സഹോദരൻ സുരേഷും സഹോദരി മഞ്ജുവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു, പാപത്തിൽ മരിച്ചു. ക്രിസ്തുവിൽ അന്ന് രാത്രി അല്ലെങ്കിൽ ആ സമയത്ത് ആ മുറിക്കകത്ത് ആമേൻ ഒരു ജീവിതം ആരംഭിക്കുക, ഒരു പുതിയ സൃഷ്ടിയായി തീരുക. ആ അസ്ഥികൾ അന്ന് അവിടെ ജീവിച്ചെഴുന്നേറ്റു. ആ ഉണങ്ങിയ അസ്ഥികൾ, ആ വരണ്ട അസ്ഥികൾ അന്ന് രാത്രിയിൽ ആ വചനത്തിൻ്റെ ആ മുൻപിൽ എഴുന്നേറ്റു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ മുഖാന്തരങ്ങൾ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവോഹിതരായി തീരാൻ വേണ്ടിയിട്ട് വലിയ മെഗാ ക്രൂസൈഡോ വലിയ കൺവെൻഷൻ പ്രോഗ്രാമോ വലിയ ഉപവാസ പ്രാർത്ഥനകളോ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ വലിയ പ്രകമ്പനങ്ങളോ വലിയ സൗണ്ട് സിസ്റ്റത്തിൻ്റെയോ DJ ഒന്നും അകമ്പടിയൊന്നും ആവശ്യമില്ല. ഒരു നോട്ടിഫിക്കേഷൻ മതി ഒരു വ്യക്തിയെ അല്ലെ ഒരു കുടുംബത്തെ മാറ്റിമറിക്കുവാൻ. ആമേൻ. ചെറിയ ഒരു ചലനം മതി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ, ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ, ഒരു വ്യക്തിയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, ഒരു വ്യക്തിയെ തിരുത്തുവാൻ. ആമേൻ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ശൗലിന്റെ കണ്ണ് അവൻ ഒരു നോട്ടിഫിക്കേഷൻ, സ്തോത്രം, ഒരൊറ്റ നോട്ടിഫിക്കേഷൻ ആയിരുന്നു, സ്വർഗത്തിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നത് അല്ലേ, സ്വർഗത്തിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണ് ഫീസായി പോയി, ശൗലിന്റെ കണ്ണ് ഫീസായി പോയി. സ്തോത്രം. അവിടെ വെച്ച് ആമേൻ എടുത്ത തീരുമാനം, അവിടെ വെച്ച് ജീവിച്ചു, അവിടെ വെച്ച് ജീവൻ പ്രാപിച്ച പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സ്തോത്രം. അതെ, ആ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ആ ദൈവം ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണിന് മുൻപാകെ ഇതുപോലെയുള്ള 100 നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കുക. സുവിശേഷ വിരോധികളുടെ മൊബൈലിൽ ഈ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. എത്രയോ സുവിശേഷ വിരോധികളുടെ മൊബൈലിൽ ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഫ്ലാഷ് നോട്ടായിട്ട് വരുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു സുപ്രഭാതത്തിൽ ഒരു നിമിഷം ആമേൻ ഒരു പക്ഷെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ അവരെ സ്വാധീനിക്കുവാനിടയായിത്തീരും. അരോമ ടിവിയുടെ ഈ മാധ്യമത്തിലൂടെ ഈ സാക്ഷ്യം കേൾക്കുന്ന, അല്ലെങ്കിൽ ഈ സാക്ഷ്യം എല്ലാവരുടെയും മൊബൈലിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് ചെല്ലും, ഒരു ഫ്ലാഷ് നോട്ടായിട്ട് ചെല്ലും. ഈ സാക്ഷ്യവും ഒരു ഫ്ലാഷ് നോട്ടായിട്ട് ചെല്ലും. ഞാനതാണ് ആഗ്രഹിക്കുന്നത്. ഈ സാക്ഷ്യം ഒരു ഫ്ലാഷ് നോട്ടായിട്ട് നിങ്ങളുടെ മൊബൈലിൽ വരുന്നത് വെറുതെയല്ല. സഹോദര സഹോദരി,
ആമേൻ, താങ്കളുടെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ, താങ്കളുടെ മരിച്ച അവസ്ഥയെ, ആത്മഹത്യയുടെ വക്കിൽ നിന്ന്, ഒരു മുഴുവൻ കയറിൻ്റെ ആമേൻ ആ മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ വക്കിൽ നിന്ന്, കൊലപാതകത്തിന്റെ വക്കിൽ നിന്ന്, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റ് പാപവഴികളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ഈ സാക്ഷ്യം, സഹോദരൻ സുരേഷ് ദണ്ഡപാണിയുടെ സാക്ഷ്യം ഒരു നോട്ടിഫിക്കേഷനായിട്ട് താങ്കളുടെ മൊബൈലിൽ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ കേൾക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം വരാൻ പോവുകയാണ്. നിങ്ങൾ മരണത്തിൽ നിന്ന് മടങ്ങി വരുവാൻ, രോഗത്തിൽ നിന്ന്, സാമ്പത്തിക കടബാധ്യതകളിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, പാപവഴികളിൽ നിന്ന് നിങ്ങളെ ജീവിപ്പിക്കുവാൻ ഈ സാക്ഷ്യം നിങ്ങളെ സഹായിക്കും. യേശു നിങ്ങളെ ഇതിനായി സഹായിക്കും. ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങൾ നിങ്ങളെ ആമേൻ ആ സുവിശേഷത്തിൻ്റെ, ആ സദ്വർത്തമാനത്തിൻ്റെ, ആമേൻ ആ ജീവന്റെ അനുഭവത്തെങ്കിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എവിടെയായിരുന്നു കൊള്ളട്ടെ, നിങ്ങൾ ഏത് സാഹചര്യത്തിലായിരുന്നു കൊള്ളട്ടെ, ഒരു പക്ഷെങ്കിൽ രാത്രിയുടെ ഏതെങ്കിലും ഒരു നിമിഷത്തിലായിരിക്കാം ഒരു നോട്ടിഫിക്കേഷനായിട്ട് താങ്കളുടെ മൊബൈലിൽ ഈ സാക്ഷ്യം ആമേൻ ഫ്ലാഷ് നോട്ടായിട്ട് വരുന്നത്. നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കേൾക്കൂ, ഒന്ന് ക്ലിക്ക് ചെയ്ത് കേൾക്കൂ. നിങ്ങളെ യേശു സ്നേഹിക്കുന്നു. യേശുവിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. യേശുവിന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. യേശുവിന് നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിയുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ വലുത് ആമേൻ എൻ്റെ യേശുവാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുന്ന നിമിഷങ്ങളായി തീരട്ടെ. ഒരു നിമിഷം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം, 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 സ്തോത്രം. ധനവാനെ ദരിദ്രനാക്കി, ധനവാനെ ദരിദ്രനാക്കി ആമേൻ കൊണ്ടുവരുന്നത്, ആരോഗ്യമുള്ളവനെ ഒരു രോഗിയാക്കി മാറ്റുന്നത്, ബലവാനെ ബലഹീനനാക്കി മാറ്റുന്നത്, ആമേൻ കുലശ്രേഷ്ഠതയുള്ളവനെ കുലഹീനനാക്കി മാറ്റുന്നത്, എല്ലാമുള്ളവനെ ഒന്നുമില്ലാത്തവനാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. സ്തോത്രം, സ്തോത്രം. നിന്നെ ദൈവത്തിന് ആവശ്യം, നിന്റെ ദൈവത്തിന് ആവശ്യമുണ്ട്. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ സുരേഷ് ദണ്ഡപാണി ഒരു നിമിഷം പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. കർത്താവേ, നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യും. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല മനോഹരമേറിയ സമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യും. ഇങ്ങനെ കർത്താവെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു വന്ന് കർത്താവെ അങ്ങയുടെ മഹത്വമേറിയ സാക്ഷ്യം കർത്താവെ പ്രസ്താവിക്കുവാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതൊരുക്കിയ കർത്താവിന്റെ ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കണം, അനുഗ്രഹിക്കണം. ഇനിയും അനേകരുടെ കരങ്ങളിലേക്ക് ഇതുപോലെയുള്ള അനേകരുടെ സാക്ഷ്യങ്ങൾ എത്തിക്കുവാൻ ദൈവമേ ദൈവത്തെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. കർത്താവെ, ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിവിധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇരിക്കുന്നവരാണ്, വിവിധമായിട്ടുള്ള ഭാരങ്ങളിൽ ഇരിക്കുന്നവരാണ്. കർത്താവെ, അവരുടെ ഭാരങ്ങൾ, പ്രശ്നങ്ങളെ എല്ലാം ദൈവം അറിയുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുപാട് കിലോമീറ്ററുകൾ ദൂരത്ത് നിന്നുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നതെങ്കിലും കർത്താവെ, അവരെ അടുത്തറിയുന്ന ഒരു ദൈവം ഈ ലോകത്തിലുണ്ട് എന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവെ അവരെ സഹായിക്കണം, അവരെ ബലപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ ജീവിതത്തിൽ സഹായിച്ച ദൈവം, മരണത്തിന്റെ വക്കിൽ നിന്നും എന്നെയും എന്റെ പ്രിയപ്പെട്ടവളെയും എന്റെ കുടുംബത്തെയും വിടുവിച്ച ദൈവം, സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിന്നും കർത്താവെ ഹല്ലേലൂയ വിടുവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, അതുപോലെ തന്നെ കർത്താവെ സ്തോത്രം, ഞങ്ങൾക്ക് ഇതുവരെ ഉടുക്കുവാൻ വസ്ത്രവും കഴിക്കുവാൻ ആഹാരവും തന്ന ദൈവം, അതിനെല്ലാം ഉപരി ഞങ്ങളുടെ തകർന്നു പോയ ദാമ്പത്യ ജീവിതത്തെ എന്റെ പ്രിയപ്പെട്ടവളോടൊപ്പം സന്തോഷമായി ഇന്ന് ജീവിക്കുവാൻ, സമാധാനത്തോടെ ജീവിക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ആ ജീവിതത്തെ മടക്കി തന്ന ഞങ്ങളുടെ കർത്താവായ തമ്പുരാനായ യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവയുടെ പ്രശ്നങ്ങൾ ഏതുമാകട്ടെ, അതിന്റെ മധ്യ ഇറങ്ങി വന്ന് സമാധാനം നൽകി കൊടുക്കുന്ന, ശാന്തി നൽകി കൊടുക്കുന്ന, നിത്യജീവൻ നൽകി കൊടുക്കുന്ന, രക്ഷ നൽകി കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഓരോ ഹൃദയങ്ങളോട് ഇടപെടണം. അവരുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കർത്താവ് ഇറങ്ങി വിടണം. കർത്താവ്, ഇന്ന് ഈ കാലഘട്ടത്തിൽ കുടുംബ പ്രശ്നങ്ങൾ മുഖാന്തരം അനേക കുടുംബങ്ങൾ കോടതി മുറികൾ കയറി ഇറങ്ങുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് കർത്താവ്. എന്നാൽ കർത്താവെ, അടിയന്റെ സാക്ഷ്യം, ദൈവം തന്ന സാക്ഷ്യം കേൾക്കുവാനിടയായി തീർന്നുവല്ലോ.
ഭാര്യയെ കൊല്ലുവാൻ ശ്രമിച്ച ഭർത്താവിന്റെ കൂടെ ഇന്നും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്റെ ഭാര്യ. മനോഹരമായ ജീവിതം ഈ 5 വർഷക്കാലം നയിക്കുന്നു ഞങ്ങൾ. കർത്താവേ, ഇത് അവർക്ക് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ഒരു കോടതികൾക്കും പരിഗണിക്കാൻ പറ്റാത്ത, ഒരു സ്ഥലത്തും സമാധാനം നൽകുവാൻ പറ്റാത്ത ദിവ്യ സമാധാനം അങ്ങയുടെ പക്കലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ, അങ്ങയിൽ ആശ്രയിക്കുവാൻ, കുടുംബ ജീവിതം വളരെ ഭദ്രതയോടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ അവരെ സഹായിക്കണമേ. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു, അവരെ സഹായിക്കണം. കേൾക്കുന്നവരെ ബലപ്പെടുത്തണം, സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അത് അടിയങ്ങൾ ശുശ്രൂഷ ചെയ്യുവാൻ ശക്തിയും ബലവും ജ്ഞാനവും അടിയങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേവദാസനായി പ്രാർത്ഥിക്കുന്നു, സഹായിക്കണമേ. ഈ ചാനലിനായി പ്രാർത്ഥിക്കുന്നു. ഇനി അനേക സാക്ഷ്യങ്ങൾ കടന്നു വന്ന് ഇതിൽ ചെയ്യുവാൻ, ഇതിൽ സംസാരിക്കുവാൻ ദൈവം ഈ പ്ലാറ്റ്ഫോമിനെ കർത്താവെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. വളരെ അനുഗ്രഹീതവും ഹൃദയസ്പർശിയുമായ ജീവിതാനുഭവങ്ങൾ ഇത്രത്തോളം സമയം വേർതിരിച്ച് അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ച കർത്താവിൻ്റെ ദാസനോട് കുടുംബത്തോടുള്ളതായ നന്ദി, സ്നേഹവും ആമേൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ദൈവദാസനെയും കുടുംബത്തെയും കർത്താവിൻ്റെ വേലയിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവം ശക്തമായി വേണ്ടി ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവ സൗഖ്യവും ആരോഗ്യവും ദീർഘായുസ്സും തരുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി, സ്നേഹവും ഇത്തരണത്തിൽ അറിയിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നത് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ സാക്ഷ്യം ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അതല്ല ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ ഒരു മെസ്സേജോ ഒരു വോയിസ് മെസ്സേജോ നിങ്ങൾ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com